കടൽ മണൽ ഖനനത്തിനെതിരെ സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളികൾ സംയുക്തമായി ഹർത്താൽ നടത്തുകയാണ്. 2023 നിയമ ഭേദഗതി അനുസരിച്ച് ആഴക്കടലിലെ മണൽ ഖനനത്തിന് സ്വകാര്യ കമ്പനികൾക്ക് ടെൻഡർ നൽകാം. കേരളത്തിലെ 5 സെക്ടറുകളിൽ ഒന്നായ കൊല്ലത്തെ 3 ബ്ലോക്കുകൾ ഖനനം ചെയ്യാൻ ടെൻഡർ ക്ഷണിച്ചതിനെ തുടർന്നാണ് ശക്തമായ മത്സ്യത്തൊഴിലാളി പ്രക്ഷോഭമുണ്ടായത്. രാജ്യത്തെ ഏറ്റവും പ്രധാന മത്സ്യസങ്കേതമായ കൊല്ലം പരപ്പിനെ ഖനനം നശിപ്പിക്കുമെന്നാണ് ആശങ്ക. കടലിലെ ആവാസ വ്യവസ്ഥ തകരുകയും അതുവഴി ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം അടയുകയും ചെയ്യുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ വളരെ ഗൗരവപൂർണമായ വിഷയമാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ചയ്ക്കെടുക്കുന്നത്. ശ്രീ ടി മനോഹരൻ CPM-നെ പ്രതിനിധീകരിച്ച് മത്സ്യഫെഡിന്റെ ചെയർമാൻ, ഒപ്പം ശ്രീ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ്, ശ്രീ TJ ആഞ്ചലോ CPI, ശ്രീ ചാൾസ് ജോർജ് TUCI എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ജ്യോതികുമാർ ചാമക്കാല, വളരെ ഗൗരവതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു നീക്കമാണ് ഈ ആഴക്കടലിലെ ഖനനം. അത് മത്സ്യാവാസ വ്യവസ്ഥ തകർക്കാം, കടലിന്റെ പവിഴപ്പുറ്റുകൾ അടക്കമുള്ള സ്വാഭാവിക ആവാസ വ്യവസ്ഥ തകർക്കാം, അതുവഴി പാരിസ്ഥിതിക ദുരന്തമുണ്ടാകാം, മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം അടയാം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഉണ്ട്. കാര്യമായ പരിസ്ഥിതി പഠനം ഒന്നുമില്ലാതെ പെട്ടെന്ന് ഒരു ഖനനത്തിലേക്കും ടെൻഡറിങ്ങിലേക്കും ഒക്കെ പോവുകയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഉപജീവന മാർഗം നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ സമരം ചെയ്യുന്ന ഒരു വിഷയം എന്നുള്ളതിലുപരി രാഷ്ട്രീയ മുഖ്യധാരയിലേക്ക് കടന്നു വരാത്തത് എന്തുകൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആത്മാർത്ഥമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഇല്ലാത്തത്? അഭിലാഷ്, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിൽ ആത്മാർത്ഥമായ ഇടപെടൽ നടത്തുന്നില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഇവിടെ UDF-നെ സംബന്ധിച്ച് ഇന്നും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് UDF യോഗം ചേർന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ ഈ തരത്തിലെ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു. RSPയുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സമരം നടന്നിട്ടുണ്ട്. പിന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് നടത്തിയിട്ടുള്ള സമരം നിങ്ങൾ കണ്ടതാണ്. ചരിത്രത്തിൽ ആദ്യമായി കടലിൽ തന്നെ വേദി ഒരുക്കിക്കൊണ്ട് ഞങ്ങൾ രാപ്പകൽ സമരം നടത്തിയിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ബോധ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസും ഘടകകക്ഷികളും UDF-ഉം വളരെ സജീവമായി സമരരംഗത്തുണ്ട്. ഇവിടെ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പോളിസിയുടെ ഭാഗമായി ബ്ലൂ എക്കണോമി പിന്നെ അവർ 2004 പ്രഖ്യാപിച്ചെങ്കിലും ഏറ്റവും അവസാനം 2023 താങ്കൾ സൂചിപ്പിച്ച പോലെ 2023 അവർ കൊണ്ടുവന്നിട്ടുള്ള അമെൻമെൻറ്റ്, ഓഫ് ഷോർ മിനറൽ ഏരിയ ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ബിൽ എന്ന പേരിൽ കൊണ്ടുവന്നിട്ടുള്ള അമെൻമെൻറ്റ്, ആ അമെൻമെൻറ്റ് ബേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ആഴക്കടലിലും അതുപോലെ തന്നെ താങ്കൾ സൂചിപ്പിച്ച പോലെ നിരവധി ബ്ലോക്കുകളിൽ ഈ ജില്ലയിൽ തന്നെ ഈ സംസ്ഥാനത്ത് തന്നെ ഇത്തരത്തിൽ ഖനനത്തിന് അനുമതി നൽകിയിരിക്കുന്നു, അഥവാ ടെൻഡർ വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഇത്തരത്തിലൊരു നിയമം പാസ്സാക്കുമ്പോൾ ആ നിയമം പാസ്സാക്കുന്നതിന് മുമ്പ് അതാത് സംസ്ഥാനങ്ങളോട് അഭിപ്രായം ചോദിച്ചിരുന്നു. സ്വാഭാവികമായിട്ട് ഇതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കേന്ദ്രത്തിൻ്റെ ഈ അമെൻമെൻറ്റ് നമുക്ക് അംഗീകരിക്കാവുന്നതല്ല. പല കാരണങ്ങൾ കൊണ്ട് ഇത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം മത്സ്യസമ്പത്തിനെ അങ്ങേയറ്റം കൊല്ലം ബാങ്ക് പോലെയുള്ള 85 കിലോമീറ്റർ പ്രദേശം, അത് തിരുവനന്തപുരത്ത് തുടങ്ങി കൊല്ലം വഴി ഏകദേശം അമ്പലപ്പുഴ വരെ നീണ്ടുകിടക്കുന്ന കൊല്ലം ബാങ്കിലുണ്ടാകുന്ന ദേശീയ തലത്തിൽ പോലും ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിലുള്ള മത്സ്യവിഭവ സമ്പത്ത്, ആ സമ്പത്ത് പരിപൂർണമായും ഇല്ലാതാകുന്ന രീതിയിലേക്കാണ് സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ ആഴക്കടൽ അല്ലെങ്കിൽ ഈ പിന്നെ മണൽ ഖനനം തുടങ്ങിയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു ഭാഗത്ത് അത്തരത്തിലുണ്ടാകും. രണ്ടാമത്തെ ഭാഗത്ത് ഇതിനകത്തുണ്ടാകുന്ന ഏറ്റവും ഗൗരവമുള്ള ഒരു പ്രശ്നം, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിൻ്റെ അഭിപ്രായം ചോദിച്ചിരുന്നു. സംസ്ഥാനം ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസം ഒരു മറുപടി ഒരു കത്തിലൊതുക്കി അവസാനിപ്പിക്കാനുണ്ടായത് ഈ ബില്ലുമായി ബന്ധപ്പെട്ട്, ഇല്ലെങ്കിൽ ഈ അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ സർക്കാർ പേരിനൊരു കത്ത് കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് ഒരു നടപടിയും ഉണ്ടായില്ല. അതിനപ്പുറത്തേക്ക് ഈ ടെൻഡർ വിളിക്കുന്നതിന് മുന്നോടി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് പോളിസി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവർ റോഡ് ഷോ നടത്തിയിരുന്നു. ടെൻഡറിനെ സംബന്ധിച്ച് ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് റോഡ് ഷോ നടത്തിയപ്പോൾ ആ റോഡ് ഷോയിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും നടത്തിയ റോഡ് ഷോയിൽ എറണാകുളത്ത് വെച്ച് പങ്കെടുത്ത നമ്മുടെ മുൻ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി അഥവാ മുൻ കളക്ടർ കൂടിയായ മുഹമ്മദ് ഹനീഷ്, അദ്ദേഹം പറഞ്ഞത് മത്സ്യ സമ്പത്തിനെ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഇത്തരത്തിൽ മണൽ ഖനനം നടത്തുന്നതിനെതിരില്ലെന്നും അതിൻ്റെ റോയൽറ്റി ഞങ്ങൾക്ക് കൂടി ലഭിക്കണമെന്നുമാണ്. അപ്പോൾ സർക്കാരിൻ്റെ പ്രതിനിധിയായി പങ്കെടുത്ത ആളുടെ അഭിപ്രായം ഇത്തരത്തിൽ റോയൽറ്റിയിലുള്ള സ്വാഭാവികമായിട്ടും നമുക്കറിയാം കേരളത്തിൽ പാറ ഖനനം നടന്നു കഴിഞ്ഞാൽ അത് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട റോയൽറ്റിയാണ്. ഇത് സ്വാഭാവികമായിട്ടും കടലിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ അത് കേന്ദ്രത്തിന് ലഭിക്കേണ്ട റോയൽറ്റിയാണ്. ആ റോയൽറ്റിയുടെ ഒരു ഷെയർ ചോദിച്ചുകൊണ്ട് മത്സ്യസമ്പത്തിന് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് മാത്രമാണ് അദ്ദേഹം അന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. ഇതിനപ്പുറത്തേക്ക് നമുക്കറിയാം, ഞാൻ പറഞ്ഞു കൊല്ലം പരപ്പിനെ സംബന്ധിച്ച്, കൊല്ലം പരപ്പിൽ ഈ 85 കിലോമീറ്റർ നീളത്തിൽ തിരുവനന്തപുരം മുതൽ അമ്പലപ്പുഴ വരെ നീണ്ടുകിടക്കുന്ന പ്രദേശത്തുണ്ടായിട്ടുള്ള മത്സ്യസമ്പത്ത്, ആ സമ്പത്തിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ടറിയാം. അവിടെ പിന്നെ അതിനെ സംബന്ധിച്ച് പഠനം നടത്തിയവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്തരത്തിലൊരു കത്ത് വന്നപ്പോൾ അത് ഒന്നും ഞാൻ പറഞ്ഞിട്ടെ, ഇപ്പോൾ നേരത്തെ തന്നെ നമുക്കറിയാമല്ലോ, നേരത്തെ തന്നെ ഒരു കപ്പൽപാത ഈ പറയുന്ന മത്സ്യസമ്പത്തുള്ള കൊല്ലം പരപ്പിലൂടെ ചേർന്ന് പോയപ്പോൾ അതിനെതിരെ വേണ്ടത്ര രീതിയിൽ പ്രക്ഷോഭം ഉണ്ടാക്കാനോ കേന്ദ്ര സർക്കാരിന് ഒരു കത്ത് കൊടുത്തതിനപ്പുറത്തേക്ക് ആ കപ്പൽപാത അവിടെ നിന്ന് മാറ്റാനോ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല.
ഇപ്പോൾ ആ കപ്പൽപാതയോട് ചേർന്നാണ് ഇത്തരത്തിൽ ഈ ഖനനം നടക്കാൻ പോകുന്നത്. അപ്പോൾ അന്നൊരു കത്ത് കൊടുത്ത് നടക്കാതെ പോയപ്പോൾ കന്യാകുമാരിയിലൊരു കപ്പൽപാത ഇത്തരത്തിൽ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് പിന്നെ സർക്കാർ ഇടപെടുകയും DMK ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധം നടത്തുകയും ആ കപ്പൽപാത അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോവുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഇവിടെ നോക്കൂ, അതുമാത്രമല്ല, ഇപ്പം ഇതിനിടയ്ക്ക് ഇപ്പോൾ ഇത് കടലിലാണ് ഖനനം നടക്കുന്നത്. മധുരയിലൊരു ഖനനം നടന്നിരുന്നു, നായിക്കപ്പെട്ടിയിൽ. അവിടെ ടങ്സ്റ്റൺ എന്ന് പറയുന്ന മെറ്റൽ ഖനനം ചെയ്യാനാണ് തീരുമാനിച്ചത്. അവിടെ ഖനനം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തപ്പോൾ തന്നെ പിന്നെ അവിടെ നിയമസഭ കൂടി പ്രമേയം പാസ്സാക്കുകയും മാത്രമല്ല അവിടെ വന്നാൽ കാലടിച്ചോടിക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അടിച്ചോടിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഇവിടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള തീരുമാനമുണ്ടായപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും വേണ്ട രീതിയിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തേത്, ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ ഇത്തരത്തിൽ ഖനനം നടക്കുമ്പോൾ ഈ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ചില പ്രൊവിഷൻസ് അനുസരിച്ചുകൊണ്ട് കരിമണൽ ഖനനത്തിന് തത്തുല്യമായ ധാതുമണൽ ഈ പ്രദേശത്ത് നടക്കുന്ന കൊല്ലം തന്നെ ആദ്യത്തെ സെക്ടറിൽ എടുക്കുന്നതിന് കാരണം അവിടെ കരിമണൽ ഖനനത്തിന് പ്രശസ്തമായ പ്രദേശം. ഈ കരിമണൽ ഖനനം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് പൊതുമേഖലയിലാണ് നിൽക്കുന്നത്, സർക്കാർ സംവിധാനത്തിലാണ് നിൽക്കുന്നത്. IREയും KMMലുമാണ് ഈ കരിമണൽ ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ IREയെ സംബന്ധിച്ച് KMMലിനെ സംബന്ധിച്ചും അവരുടെ പ്രസ്ഥാനം പൂട്ടത്തക്ക രീതിയിലുള്ള ഒരു നടപടിയാണ് ഈ ആക്ട് നിലവിൽ വന്നത്, ഈ അമെൻമെൻറ്റ് വന്നതിലൂടെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ടെൻഡർ വിളിക്കുന്നതിൽ നടക്കുന്നത്. എന്തുകൊണ്ടാണ് കൊല്ലം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ കരിമണലിന് തുല്യമായിട്ടുള്ള ധാതുമണൽ ലഭിച്ചാൽ അതിൽ യുറേനിയമോ തോറിയമോ ഉണ്ടെങ്കിൽ മാത്രം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചാൽ മതി. ബാക്കിയുള്ള ടൈറ്റാനിയം ആയാലും ഇൽമനൈറ്റ് ആയാലും മോണോസൈറ്റ് ആയാലും അത്തരം കാര്യങ്ങളൊക്കെ ഈ സ്വകാര്യ കമ്പനികൾക്ക് അവർക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയുമെന്ന് വരുമ്പോൾ ഈ IREയുടെയും അതുപോലെ KMMലിൻ്റെയും ഒക്കെ ചരമഗീതം പാടും. മാത്രമല്ല ഈ പറയുന്ന ടെൻഡറുമായി ബന്ധപ്പെട്ട അവബോധം ഉണ്ടാക്കാൻ വേണ്ടി സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ള ഈ റോഡ് ഷോയ്ക്ക് പണം മുടക്കിയത് പോലും ഇതേ KMMലാണ്. പൂട്ടാൻ പോകുന്ന ഇങ്ങനെ ഈ ഒരു നിയമം നടപ്പിലായാൽ ഈ ടെൻഡർ വിളിച്ച് സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്താൽ ഇത്തരത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഈ സംസ്ഥാനത്ത് KMMലും IREയും പൂട്ടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായപ്പോഴും അവരെ കൊണ്ട് തന്നെ പണം മുടക്കിച്ച് അവർ തന്നെയാണ് ഇതിന് 2 സ്ഥലത്തേക്കും ഈ 2 ലക്ഷം രൂപ മുടക്കിയിട്ടുള്ളത് എന്ന കാര്യവും നമ്മൾ മറക്കരുത്. ഇനി ഒറ്റ കാര്യം കൂടി ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അദാനിയുടെ ഇടപെടൽ. അദാനിയെ സംബന്ധിച്ച് അദ്ദേഹം ഇത്തരത്തിലുള്ള പിന്നെ എന്താ പറയുന്നത് മൈനിങ്ങിന് മാത്രമായി അദ്ദേഹം 2 സബ്സിഡറി യൂണിറ്റുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ആണവ നിലയങ്ങൾ സന്ദർശിച്ചത് ഉൾപ്പെടെയുള്ള മറക്കരുത്. അപ്പോൾ ഒറീസയിലും പിന്നെ അതുപോലെ തന്നെ ഗുജറാത്തിലും അദ്ദേഹം 2 സബ്സിഡറി യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ലക്ഷ്യം നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അദാനിക്കും അതുപോലെയുള്ള കുത്തകകൾക്കും വേണ്ടി നമ്മുടെ മണൽ പിന്നെ എന്താ പറയുന്നത് ആഴക്കടലിലെയും അല്ലാതെയുമുള്ള മണലുകൾ ഖനനം ചെയ്യാനും അതിൽ നിന്ന് ധാതുക്കൾ ഉൾപ്പെടെ കടത്തിക്കൊണ്ടു പോകാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. മത്സ്യസമ്പത്ത് നശിക്കുന്നു. കൊല്ലത്തെ സംബന്ധിച്ച് കൊല്ലം പരപ്പെന്ന് പറയുന്ന ആ കൺസെപ്റ്റ് തന്നെ ഇല്ലാതാകുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാവുന്നതല്ല. UDF ഒരു കാരണവശാലും ഇത് അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നവുമില്ല. എന്തായാലും ഈ റോഡ് ഷോയ്ക്ക് പണം മുടക്കിയത് KMML അല്ല, സർക്കാർ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല, IRE ആണെന്നുള്ളതാണ് വ്യവസായ മന്ത്രി P. രാജീവ് നേരത്തെ വിശദീകരിച്ചത്. ഒപ്പം പ്രിൻസിപ്പൽ സെക്രട്ടറി സർക്കാരിന്റെ വളരെ ശക്തമായ എതിർപ്പ് അറിയിച്ചു. IRE ആരുടെ കമ്പനിയാണ്? IRE ഏത് കമ്പനിയാണ്? IRE കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമല്ലേ? ആയിക്കോട്ടെ, IREയും പൂട്ടാൻ പോവാണെന്നേ. ഈ ഞാൻ പറഞ്ഞ എന്താണ്, IRE ആയാലും KMML ആയാലും ഈ 2 സ്ഥാപനങ്ങളും ഇത്തരത്തിൽ സ്വകാര്യ മേഖലയിൽ ഖനനം വരുന്നതോടി പൂട്ടപ്പെടും. അതിനകത്തൊരു തർക്കവും വേണ്ട. അത് KMML ആയാലും IRE ആയാലും കേരളത്തെ സംബന്ധിച്ച് ഒരുപോലെ തന്നെയാണ്. ശരി, ശ്രീ T. മനോഹരൻ, സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പുകൾ, എതിരഭിപ്രായങ്ങൾ, വിയോജിപ്പുകൾ നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കത്തയച്ചിട്ടുണ്ട് എന്ന് വ്യവസായ മന്ത്രി വിശദീകരിച്ചു. പക്ഷേ ഈ വിഷയത്തിന്റെ ഒരു ഗൗരവവും ഈ വിഷയത്തിന്റെ ഒരു ആഴവും പരിശോധിക്കുമ്പോൾ ഇങ്ങനെ കത്തയച്ചുള്ള എതിർപ്പ് മതിയോ, മൃദുവായ വിയോജിപ്പ് മതിയോ? അതിനപ്പുറത്ത് കേരളത്തിന്റെ മത്സ്യസമ്പത്തിനെയും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെയും വളരെ ഗുരുതരമായി ബാധിക്കുമെന്ന് ആശങ്കയുള്ള ഒരു വിഷയത്തിൽ കുറെ കൂടി ശക്തമായ നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ടേ? നിയമസഭയിൽ ഈ കാര്യത്തിൽ ഇതിനെ എതിർത്തുകൊണ്ടൊരു പ്രമേയം പോലും ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് മുമ്പ് സംസാരിച്ച സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ അഭിപ്രായമാണ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കുറച്ച് പുറകോട്ട് പരിശോധിച്ചാൽ ശ്രീ കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രിയായ ഒരു കാലം ഉണ്ടായിരുന്നു കേരളത്തിന്. അന്ന് ഈ KMML എന്ന കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കാൻ ആവശ്യമായ തീരുമാനം എടുത്തവരാണ് ഇപ്പോൾ ഇത്തരത്തിലേക്കുള്ള രാഷ്ട്രീയമായ ദുഷ്ടലാക്കോടുള്ള അഭിപ്രായമായി രംഗത്ത് വന്നിരിക്കുന്നത്. അന്ന് കൊല്ലത്തിൻ്റെ പ്രിയപ്പെട്ട MP ആയിരുന്ന സഖാവ് P. രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ MPമാർ ലോക്സഭയിലും രാജ്യസഭയിലും നടത്തിയിട്ടുള്ള ശക്തിയായിട്ടുള്ള ഇടപെടലും കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന അതിശക്തമായ സമരവും കൊണ്ടാണ് അന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള വ്യവസായ വകുപ്പും കേരള ഗവൺമെൻറ്റും UDFൻ്റെ ഗവൺമെൻറ്റും പൊതുമേ ഈ KMML വിറ്റഴിക്കപ്പെടാതെ പോയത്. അതല്ലെങ്കിൽ അന്ന് തന്നെ സ്വകാര്യ മേഖലയ്ക്ക് പോകുമായിരുന്നു. ആ ചരിത്രം മറന്നുകൂടാ ആരും. ആ ചരിത്രം ഓർത്തുകൊണ്ട് വേണം ഇത്തരത്തിലേക്കുള്ള അഭിപ്രായങ്ങൾ പറയുവാൻ. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളല്ലാതെ ആരാണ് മുമ്പിൽ വന്നിട്ടുള്ളത്?
പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യങ്ങളൊന്നാണ്. ആ നിലയിലാണ് ഈ KOML-ഉം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള IRE-യും കേരളത്തിൽ സംരക്ഷിക്കപ്പെട്ടു പോകുന്നത്. ഇപ്പോഴും ഈ IRE ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. IRE-യും KOML-ഉം പൊതുമേഖലയിൽ സ്ഥാപിക്കുന്ന സ്ഥാപനങ്ങളും തരത്തിലേക്ക് അത് രണ്ടിൻ്റെയും നിലനിൽപ്പിന് ആവശ്യമായ തരത്തിലേക്കുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അക്കാര്യത്തിൽ വലിയ മുൻകൈയാണ് ഇപ്പോഴത്തെ വ്യവസായ വകുപ്പ് മന്ത്രി സഖാവ് P. രാജീവ് എടുക്കുന്ന കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, എൻ്റെ സുഹൃത്ത് നേരത്തെ സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഭാഷണമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കടൽ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളത്ത് നടത്തിയിട്ടുള്ള റോഡ് ഷോയ്ക്കും മീറ്റിങ്ങുകൾക്കും അന്ന് തന്നെ കേരളത്തിലെ വ്യവസായ വകുപ്പ് സെക്രട്ടറി രേഖാമൂലം കത്ത് കൊടുത്തു. ഇത് കേരളത്തിലെ ഗവൺമെൻറ്റിന് ഇതിനോട് താല്പര്യമില്ല എന്ന എതിർപ്പ് പ്രകടമാക്കുന്ന കത്താണ് അന്ന് അവിടെ വെച്ച് കൈമാറിയത്. രണ്ട് ദിവസമല്ലേ ഉള്ളൂ, 25-ാം തീയതി മെനിഞ്ഞാന്ന് 2 ദിവസമല്ലേ ഉള്ളൂ. കേരള നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട PP ചിത്രരഞ്ജൻ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായി. അതിന് കേരളത്തിൻ്റെ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞ മറുപടി നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ മറക്കാറായിട്ടില്ലല്ലോ. വ്യക്തമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് കേരള ഖനനത്തെ അതിശക്തിയുക്തം എതിർക്കുന്നതായി അത് കർശനമായി നിയമസഭയിൽ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. 2 ദിവസം പോലും ആയില്ല ആ പ്രഖ്യാപനം വന്നിട്ട്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചും കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും വ്യത്യസ്തമായ ഒരു അഭിപ്രായമില്ല. ഈ വസ്തുത നിലനിൽക്കെയാണ് ഇത്തരത്തിലേക്കുള്ള രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലേക്കുള്ള അഭിപ്രായങ്ങൾ ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം, ഈ കടലും കടൽ സമ്പത്തും വിദേശ കുത്തകകൾക്ക് ആദ്യം തുറന്നു കൊടുത്തത് ആരാണ്? UP ഗവൺമെൻറ് കാലത്തല്ലേ. UP ഗവൺമെൻറ് 1990 ശേഷം കൊണ്ടുവന്ന പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിട്ടുള്ള UP-ന്റെ ഗവൺമെൻറ്റാണ് നമ്മുടെ അറബിക്കടലിലും നമ്മുടെ കടലുകളിലെല്ലാം വിദേശ സായിപ്പന്മാർക്ക് അവരുടെ ഫിഷിംഗ് കപ്പലുകൾക്ക് യഥേഷ്ടം ചൂഷണം ചെയ്യാൻ ആവശ്യമായ അവസരം നൽകിയത്. ഗൗരവതരമായ ചില വിഷയങ്ങൾ ഈ കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ടുണ്ട്. അത് ഇവിടുത്തെ രാഷ്ട്രീയ തർക്ക വിതർക്കങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയുകയുമില്ല. ശക്തമായ പ്രതിഷേധം പക്ഷേ സർക്കാർ ഉയർത്തേണ്ടതില്ലേ എന്ന ചോദ്യം മത്സ്യത്തൊഴിലാളികൾ ഉയർത്തുന്നുണ്ട്. അതാണ് നമ്മുടെ കാതലായ വിഷയം. LDF UDF തർക്കമല്ലല്ലോ ഇപ്പോൾ ഇവിടുത്തെ ആവശ്യം. അത് തീർച്ചയായിട്ടും കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ചോളം ഞാനതിന്റെ പശ്ചാത്തലം പറഞ്ഞതേ ഉള്ളൂ. UP ഗവൺമെൻറ് കാലത്താണ് ഇത് തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായി BJP സർക്കാർ ഇപ്പോൾ ശക്തമായി ആ പദ്ധതികൾ നടപ്പാക്കുന്നേ ഉള്ളൂ. ഞാനതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറഞ്ഞതേ ഉള്ളൂ. കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ചോളം രണ്ടഭിപ്രായമില്ല. ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് കേരള നിയമസഭയിൽ അസന്നിഗ്ധമായി അക്കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. CIT-നെ സംബന്ധിച്ചോളം, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CIT-നെ സംബന്ധിച്ചോളം കേരളത്തിലെ 9 തീരദേശ ജില്ലകളെയും കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളിലേക്ക് കഴിഞ്ഞ 2 മാസം മുമ്പ് അതിശക്തമായ മാർച്ചും ധർണാസമരവും സംഘടിപ്പിക്കുകയുണ്ടായി. അതുകൂടാതെ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി കൊല്ലത്ത് ബീച്ചിനോട് ചേർന്ന കടലിൽ 500-ൽ പരം ചെറിയ വള്ളങ്ങളും വലിയ വള്ളങ്ങളും എല്ലാം ചേർന്നുകൊണ്ടുള്ള നടത്തിയിട്ടുള്ള സമരം ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു പ്രധാനപ്പെട്ട സമരമാണ്. കടലിലാണ്. പാർട്ടിയുടെ പോൾ ബ്യൂറോ അംഗം സഖാവ് MA ബേബിയാണ് അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രഖ്യാപിച്ചത്. കടൽ മണൽ ഖനനം അനുവദിക്കാൻ കഴിയില്ല, അതിനെതിരാണ് CPM-ഉം CIT-ഉം എന്ന് അസംദിഗ്ധമായി സഖാവ് MA ബേബി പാർട്ടിയുടെ പോൾ ബ്യൂറോ അംഗം പ്രസ്താവിക്കുന്നതിന് അപ്പുറത്ത് വലുതുമുണ്ടോ? പാർട്ടി നിലപാടാണ്. CPM-ന്റെ നിലപാട് കടൽ മണൽ ഖനനത്തിന് എതിരെയാണ് എന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. ഇവിടെ ശ്രീ ചാൾസ് ജോർജ്, CPM-ഉം കോൺഗ്രസും ഇതര കക്ഷികളും എടുക്കുന്ന നിലപാട് എന്ത് തന്നെയായാലും ഈ കടൽ മണൽ ഖനനം സാധ്യമാകാൻ തന്നെയാണ് എല്ലാ തരത്തിലുള്ള പോസിബിലിറ്റീസും. $187 ബില്യൺ വ്യവസായ മൂല്യമുള്ള മണലുണ്ട് എന്നുള്ളതാണ് ശൈലേഷ് നായിക് കമ്മിറ്റിയുടെ കണ്ടെത്തൽ. 745 ദശലക്ഷം ടൺ. അപ്പോൾ അതിൽ കണ്ണുവെച്ചിട്ടുള്ള ആളുകളുണ്ട്. അവിടെ നിശ്ചയമായും വൻകിട കോർപ്പറേറ്റുകളായിരിക്കും ഈ ടെൻഡർ നേടുക എന്ന് നമുക്ക് സ്വാഭാവികമായി അനുമാനിക്കാം. ചെറിയ കളിയല്ല, വലിയ ശതകോടികൾ മറയുന്ന വലിയ വ്യാപാര മൂല്യം കണക്കാക്കിയിട്ടുള്ള ഒരു കളിയാണ്. അപ്പോൾ ഇതിന്റെ ഗൗരവ സ്വഭാവം പൂർണ്ണമായും കേരളം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടോ താങ്കൾ? ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. കാരണം ഇതിപ്പോൾ 2003-ലും ജിമ്മിലും 2012 എമർജിങ് കേരളയിൽ ഈ പദ്ധതി വന്നതാണ്. അന്നൊക്കെ ഞങ്ങൾ ഒന്നിച്ച് തീർത്താണ് എല്ലാവരും മത്സ്യത്തൊഴിലാളികൾ. ഇവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഈ ജ്യോതികുമാറും മനോഹരും തമ്മിൽ തർക്കിക്കേണ്ട ഒരു കാര്യം യഥാർത്ഥത്തിലില്ല ഇതിനകത്ത്. ഇത് നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നമ്മളിവിടെ മാത്രം നടക്കുന്ന ഒരു അന്താരാഷ്ട്ര മാനമുള്ള സമരമാണിത്. 2 വർഷം മുമ്പാണ് ഈജിപ്തിലെ ഷറം ഇൽ ഷെയ്ഖിൽ അന്താരാഷ്ട്ര കാലാവസ്ഥ ഉച്ചകോടി നടന്നത്. അതിലൊരു ദ്വീപരാഷ്ട്രത്തിൻ്റെ പ്രതിനിധി പറഞ്ഞു, ഞങ്ങൾ പോരാടും, മരിക്കുന്നവർ ഞങ്ങളുടെ ദ്വീപ് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അത് മുങ്ങി ഞങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, കടൽ മണൽ ഖനനമാണ് അതിൻ്റെ കാരണം, അതുകൊണ്ട് ഞങ്ങളുടെ അവസാനം ഞങ്ങളുടെ ഇടം പോകുന്നവർ ഞങ്ങൾ പോരാടുമെന്ന് പറഞ്ഞൊരു ലോകത്ത് നമ്മൾ നിൽക്കുന്നത്.
അതിലൊരു ദ്വീപരാഷ്ട്രത്തിൻ്റെ പ്രതിനിധി പറഞ്ഞു, മത്സ്യങ്ങൾക്ക് സംസാരിക്കാനാവില്ല, അവർക്കൂടി നാം സംസാരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ സംസാരിക്കേണ്ട ആർക്ക് വേണ്ടിയാണ്? മത്സ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടതുണ്ട്. അത് പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കേണ്ടതുണ്ട്. കൊല്ലം തീരത്തിനുവേണ്ടി സംസാരിക്കേണ്ടതുണ്ട്. കേരളത്തിനുവേണ്ടി സംസാരിക്കേണ്ടത്. ഇതായിരിക്കും നമ്മൾ എടുക്കേണ്ട സമീപനം. ഈ നടക്കുന്ന ചർച്ചകളിൽ എനിക്ക് താല്പര്യമില്ല. ഈ ജ്യോതികുമാറിൻ്റെയും മനോഹരനും തമ്മിലുള്ള തർക്കങ്ങൾ നമ്മളൊക്കെ ഒന്നിച്ച് നിൽക്കുകയാണ്. 2003 2012 ആരും കൊണ്ടൊന്നും ആരും ചർച്ച ചെയ്യാൻ വരുന്നില്ല ഇവിടെ. യഥാർത്ഥത്തിൽ പ്രശ്നം ആ പഴയ സാഹചര്യമല്ല, ഇത് ഫാസിസത്തിൻ്റെ കാലമാണ്. കാരണം മൂലധനവും സർക്കാരും സംയോജിക്കുന്ന കാലമാണ്. ഇതല്ല യഥാർത്ഥത്തിൽ 2018 എൻ്റെ തീരുമാനം വരുന്നത്. അന്ന് കേന്ദ്ര ഗവൺമെൻറ് കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റി ബ്ലൂ ഇക്കോണമി ബന്ധപ്പെട്ട് 7 പേപ്പറുണ്ട്. അതിൽ 6ാമത്തെ പേപ്പറാണ് സൈലേഷ് സായിക്കിൻ്റെ പേപ്പർ. ആ പേപ്പറിനകത്താണ് ഈ പറയുന്ന കടൽ മണൽ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. അതിനകത്ത് കടൽ മണലിനെ കുറിച്ച് ഒരു വാക്കും ഉണ്ടായിരുന്നില്ല. തീരത്തുള്ള പ്ലേസർ മിനറൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതായത് കരിമണലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 100 മീറ്റർ താഴത്തുള്ള മാംഗനീസ് നൂഡിൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1000 മീറ്റർ താഴത്ത് ലഭിക്കുന്ന ഫോസ്ഫറേറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. 2000 മീറ്റർ താഴത്ത് ലഭിക്കുന്ന മാംഗനീസ് ഫോസ്ഫറേറ്റുകളും മറ്റു ഉൽപ്പന്നങ്ങളും കോവാൾട്ട് ക്രസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കരയിൽ കിട്ടുന്നതല്ല. 6000 മീറ്റർ താഴത്തുള്ള മാംഗനീസ് നൂഡിൽസ് കൽക്കരി കട്ടയിട്ട് കിടക്കുന്നുണ്ട്. അത് എനിക്കിതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിൻ്റെ വിലയും നിശ്ചയിച്ചിട്ടുണ്ട്. അന്നൊന്നും ഈ കടൽ മണലിനെ കുറിച്ച് ആ രേഖയിലൊന്നുമില്ല. അത് 2021 വരുന്നത്. നമ്മുടെ പ്രതിഷേധങ്ങൾക്ക് കൂച്ചുവെല്ലങ്ങളുടെ കാലത്താണ് ആ രേഖ പുറത്തു വരുന്നത്. അന്ന് തന്നെ ഞങ്ങൾ ഈ കാര്യം ഉന്നയിക്കുകയും കൊച്ചി എല്ലാവരും യോഗം വിളിച്ച് ഓൺലൈനിൽ ഞങ്ങൾ ചർച്ച ചെയ്തു. ശക്തമായി എതിർക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഒറ്റയ്ക്കല്ലടോ, ഈ കാര്യം നമ്മൾ ഒറ്റയ്ക്കല്ല, ലോക സമൂഹം നമ്മുടെ കൂടെയുണ്ട്. ലോകത്തെ പ്രധാന രാഷ്ട്രങ്ങളൊക്കെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിംഗപ്പൂർ ഒരു തുറമുഖം ഉണ്ടാക്കി 60 കിലോമീറ്റർ വിസ്തൃതിയിൽ തുറമുഖം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിനുവേണ്ട മുഴുവൻ മണ്ണെടുത്തിരിക്കുന്നത് ഇന്തോനേഷ്യയിലാണ്. അതിൻ്റെ ഭാഗമായി 24 ദ്വീപുകളോടെ മുങ്ങിപ്പോയിരിക്കുകയാണ്. ഇത് ലോക സാഹചര്യമാണ്. തുവാലു, നുവാരു, കിരിബാറ്റി തുടങ്ങിയ വലിയ ദ്വീപുകളൊക്കെ തന്നെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മാത്രം ലോകത്തെ 70 രാജ്യങ്ങളിലെ 931 ഗവേഷകർ ഒന്നു ചേർന്ന് ഒപ്പിട്ടിരിക്കുക ലോകത്തോട് ആരംഭിച്ചിരിക്കുകയാണ്. വിനാശകരമായി പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഐക്യരാഷ്ട്ര സംഘടനയുടെ UNEP, ഐക്യരാഷ്ട്ര സംഘടന IUCN കഴിഞ്ഞ വർഷം നടന്ന അവരുടെ സമ്മേളനമുണ്ട്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിൻ്റെ 6ാമത് സമ്മേളനം ലോകത്തിന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഈ വിപൽക്കര പ്രവർത്തനം അത് നമ്മൾ നടത്തുന്ന സമരം ഒരു ചെറിയ സമരമാണ്, കേരളത്തിലെ സമരമാണ്. പക്ഷേ അതിന് അന്താരാഷ്ട്ര മാനമുണ്ട്. നമ്മൾ അന്താരാഷ്ട്ര തലത്തിലുള്ള കുത്തകളോട് സമരം ചെയ്യുന്നത്. ഇന്ത്യയിൽ ഈ അദാനി എന്ന് പറയുന്ന കുത്ത ചെറിയ കുത്തകയല്ല. ഈ പദ്ധതികളൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പാണ് പാർലമെൻറ്റിൽ 2002 നിയമം പാസ്സാക്കുന്ന ഭേദഗതി ചെയ്യുന്ന നിയമം 2023 കൊണ്ടുവരുന്നു. അതിന് 2 മാസം മുമ്പാണ് അദാനി 2 കമ്പനി ഫ്ലോട്ട് ചെയ്യുന്നത്. ഒന്ന് പുരി മിനറൽസ് എന്നൊരു കമ്പനി, അത് ഒറീസയിൽ. മറ്റൊന്ന് അലൂവിയൽ ഹെവി മിനറൽസ് ലിമിറ്റഡ് ആന്ധ്രയിൽ. അത് വന്ന് പിറ്റേ ആഴ്ചയാണ് അസംബ്ലിയിൽ എല്ലാവരും പുറത്താക്കി. മണിപ്പൂർ പ്രസിഡന്റ് എല്ലാ പ്രതിപക്ഷ പുറത്താക്കിയിട്ട് ആ സമയത്ത് നിയമം പാസ്സാക്കിയെടുക്കുന്നത്. ഇവിടെ നടക്കുന്നത് മൂലധനവും സർക്കാർ സംയോജിക്കുന്ന അക്ഷരാർത്ഥത്തിൽ പച്ചയായ ഫാസിസമാണ്. അതാണ് നമ്മൾ അംഗീകരിക്കേണ്ട ആദ്യത്തെ കാര്യം. രാജ്യത്ത് ഫാസിസം ഒന്നും നമ്മൾ തർക്കം വീണ്ടും നടത്താം. പക്ഷേ ഇപ്പോൾ നടന്നിരിക്കുന്ന കാര്യം അതാണ്. നമ്മുടെ കടൽ, നേരത്തെ പറഞ്ഞ KMML അയ്യാരെ കുറിച്ച് പറഞ്ഞില്ലേ, അതിന് വില നിശ്ചയിച്ചിട്ടുണ്ട്. ഈ 23 നിയമ ഭേദഗതി പ്രകാരം പച്ചയായിട്ട് പറഞ്ഞ ആ നിയമത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഈ രംഗത്തേക്ക് PPP കൊണ്ടുവരുന്ന പറഞ്ഞിരിക്കുകയാണ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. അതുകൊണ്ട് KMML പേരിന് മാറ്റി വെക്കേണ്ടതുണ്ട്. അതിന് പേര് മാറ്റി അതിന് ദിസ് പാർട്ട് ഓഫ് ദ പ്രോഗ്രാം ഇസ് സ്പോൺസർഡ് ബൈ അദാനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയായിട്ട് മാറാൻ പോകുന്ന തർക്കവുമില്ല. 2 കാര്യങ്ങൾ 23 മാറ്റം വരുത്തി. ഒന്ന്, തീരത്തുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവകാശം. നമ്മുടെ ഭരണഘടനയുടെ 246 അനുച്ഛേദം ലിസ്റ്റ് 21 ഷെഡ്യൂൾ 2 പ്രകാരം സംസ്ഥാനത്തെ അധികാരമാണ് തീരക്കടലിൽ. അതുവരെ എടുത്തു മാറ്റിയതാണ്. നമ്മൾ ആരും മിണ്ടിയില്ലല്ലോ, ഇതുവരെ ആരും മിണ്ടിയിട്ടില്ലല്ലോ. നമുക്കറിയാം, അങ്ങ് ഛത്തീസ്ഗഡിലെ ആദിവാസികൾക്ക് മാത്രമുള്ള അവകാശമാണ് 7th ഷെഡ്യൂൾ. അത് ഭേദഗതി ചെയ്താണ് അദാനിക്ക് വേണ്ടി കൽക്കരി പാടങ്ങൾ കൊടുത്തത്. ഗോഡയിൽ അത് കൊടുത്തിട്ടുണ്ട്. അരാന്ത ഹാസവ് നദികൾക്കിടയിലെ പ്രദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ മുഴുവൻ നടക്കുന്നത് മൂലധനത്തിന്റെ പ്രിമിറ്റീവ് അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റലാണ്. അത് നമ്മൾ ആദ്യം അംഗീകരിക്കണം. ഈ പശ്ചാത്തലത്തിൽ നമ്മൾ സംസാരിക്കണം. കേരളം എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല എന്ന് പറയാൻ നമുക്ക് വേണ്ടി ചർച്ച ചെയ്യാം. അത് നമുക്കിടയിലെ വിഷയമാണ്. നമ്മൾ ഒറ്റക്കെടായി നിന്നേ പറ്റൂ. സ്ഥാപനങ്ങൾ പൊട്ടിപ്പോകുന്നു. തൊഴിലാളി സമൂഹത്തിന് പറയാനുള്ളത് തീർച്ചയായിട്ടും ശ്രീ TJ ആഞ്ചലോസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വൻകിട കോർപ്പറേറ്റുകൾക്ക് താല്പര്യമുണ്ട്. ഈ മണലിൽ വലിയ വാണിജ്യ മൂല്യം അതിന് കൽപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ 22 മത്സ്യസങ്കേതങ്ങളിൽ ഏറ്റവും ഉൽപ്പാദനക്ഷമതയുള്ളത് ഈ കൊയിലോൺ ബാങ്കാണ്, കൊല്ലം പരപ്പാണ്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ തന്നെ 4/1 ഈ കൊല്ലം പരപ്പിൽ മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ആളുകളുമാണ്. അത്രയും പ്രധാനപ്പെട്ട പ്രാധാന്യം അർഹിക്കുന്ന ഒരു മത്സ്യബന്ധന ആവാസ വ്യവസ്ഥ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നിരിക്കെ കാര്യമായ പഠനങ്ങളൊന്നുമില്ലാതെ
ഇങ്ങനെ ഒരു ഖനനം നടന്നാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് എല്ലാവർക്കും ആശങ്കയാകേണ്ട കാര്യമാണ്. ആ തരത്തിലേക്ക് ചർച്ചകൾ വികസിക്കുന്നുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് വളരെ സന്തോഷകരമായൊരു ദിവസമാണ്. കാരണം തീരദേശത്തെ മത്സ്യത്തൊഴിലാളി സംഘടനകളും ഇതര സാമുദായിക മതസംഘടനകളും യോജിച്ച് നിന്നുകൊണ്ട്, ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അഭൂതമായ ഒരു ഐക്യമാണ് ഇന്ന് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഭിന്നിപ്പുണ്ടാക്കുന്ന, അതിലേതെങ്കിലും വിള്ളലുണ്ടാക്കുന്ന ഒരു വാക്കുപോലും ഞങ്ങളെപ്പോലെ മത്സ്യമേഖലയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളുടെ നാവിൽ നിന്നുണ്ടാകില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. കാരണം 2021 ഇപ്പോൾ COVID-19 ആണ് എങ്കിലും അതിൻ്റെ ദുരന്തങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായത് 20-21 ആളുകളാണ്. 4 പേര് പോലും ഒന്നിച്ചു കൂടാൻ പാടില്ല എന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് 400-ലധികം പേരെ സമ്മേളിപ്പിച്ചുകൊണ്ട് പാർലമെൻറ്റ് ചേർന്ന് ഇതിൻ്റെ പ്രാരംഭ നടപടികൾ ബ്ലൂ എക്കോണമി നയരേഖ എന്നുള്ള തരത്തിൽ ആരംഭിക്കുന്നത്. ഞങ്ങൾ അന്നു മുതൽ പ്രതിഷേധ രംഗത്തുണ്ട്. പക്ഷേ ഇന്ന് പൊതുസമൂഹത്തിനാകെ ബോധ്യപ്പെടുന്നത് 2025 കാലഘട്ടത്തിലാണ്. അതിലൊന്നാണ് ഈ പറയുന്ന കടൽ മണൽ ഖനനം. അതിനേക്കാൾ വലിയ വിപത്ത് വരുന്നുണ്ട് കടൽ മത്സ്യകൃഷി. ഓരോ ബ്ലോക്കുകളായി തിരിച്ച് കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള രണ്ടാമത്തെ നീക്കം വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളി സംഘടനകൾ ഒറ്റക്കെട്ടായി എന്ന് പ്രഖ്യാപിച്ചത് കേരളത്തിൻ്റെ കടലിൽ നിന്ന് മണൽ വാരാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇന്ന് നടന്ന ഈ പ്രക്ഷോഭത്തിലൂടെ വലിയ തോതിലുള്ള ഐക്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ഇപ്പോൾ സങ്കീർണമായ വിഷയങ്ങളാണിത്. ഇവിടെ ഡിബേറ്റ് നടത്തുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. അത്തരം വിഷയങ്ങൾ സാധാരണ തൊഴിലാളികളിലേക്ക് എത്തിക്കുന്നതിന് എല്ലാ സംഘടനകളും കുറച്ച് ശ്രമം നടത്തിയിട്ടുണ്ട്. അത് ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വളരെ വിപുലമായ ഈ ഐക്യത്തെ കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രതികരണവും രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഉറച്ച നിലപാട് ഞങ്ങൾക്ക് ആ കാര്യത്തിലുണ്ട്. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ചില വാർത്തകൾ വന്നു. അതിന് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി കൃത്യമായതിന് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. അത് അത്തരം തർക്കങ്ങൾ നിൽക്കട്ടെ. എന്നാൽ ഇതിന്മേലെ നിയമസഭ പ്രമേയം പാസ്സാക്കണം എന്നുള്ളത് ഈ മാസം ആദ്യം തന്നെ പ്രതിപക്ഷ നേതാവിന്, സ്പീക്കർക്ക്, മുഖ്യമന്ത്രിക്കെല്ലാം ഞാൻ തന്നെ നേരിട്ടൊരു കത്തയച്ചതാണ്. അപ്പോൾ ബഡ്ജറ്റ് സെഷൻ്റെ ആദ്യത്തെ സമ്മേളനത്തിൽ അതുണ്ടാകണമായിരുന്നു. വന്നില്ല എന്നുള്ളതിൽ ഞങ്ങൾക്ക് മനപ്രയാസമുണ്ട്. ഇപ്പോൾ അടുത്ത സെഷൻ ആരംഭിക്കുമ്പോൾ നിശ്ചയമായും വരും എന്നുള്ള പ്രതീക്ഷയാണ്. അപ്പം നിയമസഭ എന്ന് പറയുന്നത് ഏകപക്ഷീയമല്ലല്ലോ. ജനാധിപത്യ സംവിധാനത്തിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും എല്ലാം തുല്യമായ പങ്കുണ്ട്. അത്തരം ആവശ്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചാലും അവിടെ ന്യായമാണ്, ഭരണകക്ഷി ഉന്നയിച്ചാലും ആവശ്യമാണ്. സംസ്ഥാന നിയമസഭയുടെ പ്രമേയം വരിക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. അതോടൊപ്പം തന്നെ 2023 ഭേദഗതിയെ സംബന്ധിച്ചുകൊണ്ടുള്ള ചില തർക്കങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് വ്യവസായ മന്ത്രി പറഞ്ഞപ്പോൾ അന്ന് പാർലമെൻറ്റിൽ MP-മാർക്ക് സംബന്ധമായ ഭേദഗതി നൽകിയില്ല എന്ന് പറയുന്ന ചില വിവാദങ്ങൾ ഞാൻ പറഞ്ഞില്ല. അത്തരം കാര്യങ്ങളിലേക്കല്ല ഇപ്പോൾ പോകേണ്ടത്. ഇപ്പോൾ പാർലമെൻറ്റ് നിയമം പാസ്സാക്കി. അത് MP-മാർ എന്ത് നിലപാടെടുത്തു എന്നുള്ളതെല്ലാം വേറെ വിഷയം. പക്ഷേ ആ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തെ മാറ്റിമറിക്കണം. അത് കഴിയുമെന്ന് ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. കഴിയുമോ? അതാണല്ലോ കർഷക സമരം. പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം പാർലമെൻറ്റ് തന്നെ പിൻവലിക്കേണ്ടി വന്നില്ലേ? അതുകൊണ്ട് സ്വകാര്യ മേഖലക്ക് ഇത്തരം രംഗത്ത് കടന്നു വരാൻ അനുവാദം കൊടുക്കുകയും ഇപ്പോൾ ടെൻഡർ വെക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ റോഡ് ഷോ നടന്ന ഹോട്ടലിൻ്റെ വാതിക്കൽ ഞങ്ങൾ സമരം ചെയ്തതാണ്. ഇപ്പോൾ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IRE മാത്രമല്ല, എനിക്ക് തോന്നുന്നത് SBI ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഈ രേഖകൾ വിതരണം ചെയ്യുന്നതിനും മറ്റ് സംവിധാനങ്ങൾക്കും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പൊതുമേഖലയുടെ പണമെടുത്ത് തന്നെയാണ് ഈ സമ്പത്ത് കൊള്ളയടിക്കുവാനുള്ള നീക്കം നടത്തുന്നത്. അതവിടെ നിൽക്കട്ടെ. സ്വാഭാവികമായും അതിന്മേലുള്ള നിലപാടുകൾ ഓരോ സംഘടനകൾക്കും ഉണ്ട്. നിശ്ചയമായും മത്സ്യത്തൊഴിലാളി മേഖലയിൽ എല്ലാ സംഘടനകളും യോജിച്ച് ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ഇതിനു മുമ്പ് അങ്ങനെ രംഗത്ത് വന്നത് വിദേശ ട്രോളറുകൾ കടന്നു വന്നൊരു ഘട്ടത്തിലാണ്, 92-93 കാലഘട്ടങ്ങളിൽ. അന്നും മത്സ്യത്തൊഴിലാളി സംഘടനകൾ ഒന്നിച്ച് നിന്ന് പോരാട്ടം നടത്തി. അതിൻ്റെ റിസൾട്ട് ഉണ്ടായി. അടുത്ത ഗവൺമെൻറ്, ഐക്യമുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഇത്തരത്തിലുള്ള ട്രോളറുകളുടെ കാലാവധി കഴിഞ്ഞാൽ പിന്നെ പുതുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ഇതിനിടയിൽ മീനാകുമാരി കമ്മിറ്റി റിപ്പോർട്ട് വന്നു. മീനാകുമാരി കമ്മിറ്റിയെ നിയമിച്ചു വീണ്ടും ട്രോളറുകൾക്ക് ലൈസൻസ് നൽകാൻ വേണ്ടി. അന്നും യോജിച്ച പക്ഷവും മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടായി. അതും വിജയം വരിച്ചു. അതുകൊണ്ട് തന്നെ യാതൊരു തർക്കവുമില്ല. വിപുലമായ യോജിപ്പാണ് ഈ മേഖലയിലുള്ളത്. കൊല്ലം ബാങ്ക് മാത്രമല്ല, രണ്ടാം ഘട്ടം എന്നുള്ള തരത്തിൽ പൊന്നാനിയും ചാവക്കാടും ആലപ്പുഴയും എല്ലാം ഇതിനകത്ത് വരുന്നു എന്നുള്ളതുകൊണ്ട്
കേരളത്തിൻ്റെ തീരത്തെ മൊത്തത്തിലാണ് ഇത് ബാധിക്കാൻ പോകുന്നത്. ചെറുത്ത് പരാജയപ്പെടുത്തുന്ന മത്സ്യത്തൊഴിലാളികൾ അതിൻ്റെ വലിയ ഐക്യനിര ഇന്നുണ്ടായി എന്നുള്ള ആഹ്ലാദം ഞങ്ങൾ പങ്കുവെക്കുകയാണ്. ശരി, ജ്യോതികുമാർ ചാമക്കാല, ഇന്നിപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ സംയുക്ത പണിമുടക്ക് ഹർത്താൽ നടന്നു. അതിന് ലത്തീൻ സഭയും ധീവരസഭയും അടക്കം എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളുടെയും സമ്പൂർണ്ണമായ പിന്തുണയും ഉണ്ടായിരുന്നു, സമ്പൂർണ്ണമായ ഐക്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉണ്ടായിരുന്നു. നിയമസഭയിൽ ഈ വിഷയം വന്നപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഒരുമിച്ച് നീങ്ങാം എന്ന് പ്രതിപക്ഷത്തോട് പറഞ്ഞു. വി ഡി സതീശൻ അത് ആ നിലയ്ക്ക് തന്നെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സംയുക്ത പ്രമേയം മുമ്പ് മുല്ലപ്പെരിയാർ അടക്കമുള്ള വിഷയങ്ങളിൽ കേരള നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. സമാനമായ വിധത്തിലുള്ളൊരു പ്രമേയം ഉണ്ടാവുക എന്നുള്ളത് ദേശീയ ശ്രദ്ധ കിട്ടാൻ ഉപകരിക്കും. പിന്നെ സമരം പ്രത്യേകം നടത്തുന്നതിനേക്കാൾ നല്ലത് ഒരുമിച്ച് നടത്തുന്നതല്ലേ? അതൊക്കെ വരട്ടെ. സമരം എന്തായാലും സമരം നടന്നാൽ മതിയല്ലോ. ഇവിടെ നോക്കൂ, ഇവിടെ താങ്കളത് പറഞ്ഞു പോകുമ്പോൾ ഇന്ന് സ്വാഭാവികമായിട്ടും കൂട്ടായി സമരം നടന്നിരിക്കുന്നു, നല്ല കാര്യം. കേരളത്തിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചുള്ള ഒരു സമരമാണ്, തീർച്ചയായിട്ടും ഒന്നിച്ച് നിൽക്കുന്നതാണ്. ചാൾസ് ജോർജ് പറഞ്ഞതിനോടൊക്കെ ഞാൻ യോജിക്കുന്നു. പക്ഷേ ഞാൻ അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ സർക്കാർ, ഞാൻ ആരോടാണ് പറയേണ്ടത്? ഞാനൊരു പ്രതിപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ് ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ സംസ്ഥാന സർക്കാർ നമ്മുടെ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന, നമ്മുടെ സംസ്ഥാനത്തെ തീരദേശത്തെ ബാധിക്കുന്ന, നമ്മുടെ കൊല്ലം ബാങ്കിനെ ബാധിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി തീരുമാനമെടുക്കേണ്ട, നടപടി സ്വീകരിക്കേണ്ട, എതിർപ്പുകൾ രേഖപ്പെടുത്തേണ്ട സംവിധാനം സംസ്ഥാനത്തിൻ്റെ സർക്കാരിൻ്റേതാണ്. ആ സർക്കാർ സമയബന്ധിതമായി അത് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഞാനും CPM-ൻ്റെ പ്രതിയും ഒക്കെ ഒരുപോലെയാണ് എന്ന് മാത്രം ശ്രീ ചാൾസ് പീറ്റർ പറയരുത്. ഞാൻ പറഞ്ഞത് ഈ സർക്കാർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നത് ചൂണ്ടിക്കാണിക്കുകയാണ്. അത് ഈ പ്രതിപക്ഷത്തിൻ്റെ ബാധ്യതയാണ്, ചുമതലയാണ്. അത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. അതിന് ഞാൻ ഉദാഹരണമായി തമിഴ്നാട്ടിലെ 2 ഇൻസിഡൻസ് ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഒന്ന് തമിഴ്നാട്ടിൽ നടന്നിട്ടുള്ള മധുരയിൽ നടന്നിട്ടുള്ള ഒരു ഖനനവുമായി ബന്ധപ്പെട്ട്, മറ്റൊന്ന് കപ്പൽചാലിൻ്റെ പാതയുമായി ബന്ധപ്പെട്ട് തമിഴ്നാടിൻ്റെ 2 പ്രശ്നത്തിലും തമിഴ്നാടിൻ്റെ സമരവും തമിഴ്നാട് അക്കാര്യത്തിൽ വിജയിച്ചതും. ഇവിടെ ഈ 2 കാര്യത്തിൽ ഒന്നിൽ വിജയിക്കാൻ കഴിയാതെ പോയി, രണ്ടാമത്തേത് ഇപ്പോൾ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാനത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. പിന്നെ നന്നായി സംസാരിച്ചു ശ്രീ TJ ആഞ്ചലോസ്, എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ രാഷ്ട്രീയം ഒന്നും പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വ്യവസായ മന്ത്രി പറഞ്ഞു, ഇത് ബില്ലിൻ്റെ അമെൻമെൻറ്റ് വന്നപ്പോൾ അതിനകത്ത് അന്നത്തെ MP-മാരും ഇടപെട്ടില്ല എന്നൊക്കെ പറഞ്ഞു. സർ, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കണം. ഈ ബില്ല് പാർലമെൻറ്റിൽ പൈലറ്റ് ചെയ്തപ്പോൾ, ഈ ബില്ല് പാർലമെൻറ്റിലെ അമെൻമെൻറ്റ് വന്നപ്പോൾ, അന്ന് മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റ് സ്തംഭിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു ചർച്ചയും കൂടാതെയാണ് ഈ ബില്ല് പാസ്സാക്കിയത് എന്ന കാര്യം താങ്കൾ മറക്കരുത്. മാത്രമല്ല, ആ സമയത്ത് തീരദേശ മേഖല മാത്രമുള്ള താങ്കളുടെ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽപ്പെട്ട ശ്രീ AM ആരിഫ് ഇതിനെക്കുറിച്ച് എവിടെയെങ്കിലും ഒരു ഇത് നടത്തിയതായിട്ട് താങ്കൾക്കറിയാമോ? ഇതുമായി ബന്ധപ്പെട്ട് ഇതിനുള്ള പ്രതിഷേധവും ഇതിനുള്ള വിയോജനക്കുറിപ്പും കൃത്യമായി ശ്രീ NK പ്രേമചന്ദ്രൻ MP ഉൾപ്പെടെയുള്ളവർ പാർലമെൻറ്റിൽ കൊടുത്തിട്ടുള്ളതാണ്. അത് ചർച്ചയ്ക്ക് വരികയോ അത് അഡോപ്റ്റ് ചെയ്യുകയോ ചെയ്യപ്പെട്ടില്ല എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞതുപോലെ സമരവുമായി ബന്ധപ്പെട്ടാണ്. AM ആരിഫ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കൊല്ലം ജില്ലയുടെ ബോർഡർ മുതൽ കരുനാഗപ്പള്ളി മുതൽ അങ്ങ് അരൂർ വരെയുള്ള പ്രദേശമല്ലേ? അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇടപെടൽ നടത്തിയത് താങ്കൾക്കറിയാമോ? അപ്പോൾ താങ്കളും പറയാതെ രാഷ്ട്രീയം പറഞ്ഞു പോവുകയാണ്. ഞാനത് ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രം. ആ വരികൾക്കിടയിലൂടെ വായിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പറഞ്ഞു പോകേണ്ടി വരും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇവിടെ ഒരു തരത്തിലുള്ള പഠനവും നടത്തിയിട്ടില്ല. ഇവിടെ സാമൂഹിക പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല. ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച്, ആരോഗ്യ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് പഠിച്ചിട്ടില്ല. ഇവിടെ മത്സ്യത്തൊഴിലാളികൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ക്രൈസിസ്, ഈ മേഖലയിലെ മുഴുവൻ തൊഴിലാളികളെ സംബന്ധിച്ചും അവർ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ക്രൈസിസിനെ സംബന്ധിച്ച് ഒരക്ഷരം പോലും പഠനം വിധേയമാക്കിയിട്ടില്ല. ഈ വസ്തുതകളൊന്നും ചെയ്യാതെ ഈ സംസ്ഥാനത്ത് ഇത്തരത്തിൽ, അതും ആദ്യം തന്നെ കൊല്ലം ഉൾപ്പെടെയുള്ള, കൊല്ലം ബാങ്ക് ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ ആ പ്രദേശം, കൊല്ലം പരപ്പ് ഉൾപ്പെടുന്ന പ്രദേശം കൃത്യമായും ഈ ഖനനത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അവിടെ ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിൽ വന്നിട്ടുള്ള വ്യവസ്ഥകൾ എങ്ങനെ സ്വകാര്യ മേഖലയ്ക്ക് ഗുണപ്രദമാകും എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കണം. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ആ കരിമണൽ ഖനനം ഉൾപ്പെടെ, അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, IREയുടെയും KMMLയുടെയൊക്കെ ചരമഗീതം എഴുതിക്കൊണ്ട് അദാനിമാരുടെ കമ്പനികൾ കടന്നു വരുന്ന രീതിയിലേക്ക്. അദാനി അതുകൊണ്ടാണ് വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട്, കാരണം ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ പോളിസി പോലും തീരുമാനിക്കുന്നത് അദാനിമാരാണല്ലോ. ആ അദാനി മുൻകൂട്ടി കണ്ടുകൊണ്ട് 2-3 കമ്പനികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു, സബ്സിഡറി യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. മാത്രമല്ല, അദ്ദേഹം ഈ മേഖലയിലേക്ക് കൂടുതൽ ചുവടുവയ്പ്പുകൾ നടത്തുന്നു എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ നമ്മളെ സംബന്ധിച്ച് എയർപോർട്ട് അദ്ദേഹത്തിൻ്റെയാണ്, പോർട്ട് അദ്ദേഹത്തിൻ്റെതാണ്. ഇനി എന്താ അദ്ദേഹത്തിന് ഇല്ലാത്തത്? ഇനി ഏറ്റവും അവസാനം കടൽ കൂടി അദ്ദേഹത്തിന് കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഇവിടെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ പാരിസ്ഥിതിക ആഘാതത്തെ സംബന്ധിച്ചൊക്കെ വളരെ ആശങ്കകൾ ഉണ്ടാകും.
ഉണ്ടാക്കുന്ന ഈ പറഞ്ഞതുപോലെ കടൽ കയറ്റത്തെ സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള ആശങ്കകൾ മാത്രമല്ല, ഇതിനുശേഷം ഇതിൽ ഖനനം നടത്തിയതിന് ശേഷമുള്ള ഇതിൻ്റെ വേസ്റ്റിൻ്റെ ഡിസ്പോസലിനെ സംബന്ധിച്ച്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊന്നും നമുക്കൊരു വ്യക്തതയും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ പോയാൽ മതിയാകില്ല. അവിടെ ഇടപെടേണ്ട ഉത്തരവാദിത്വം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ, ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശത്ത് ഇതിനിടപെടാൻ മുൻകൈ എടുക്കേണ്ടത് സർക്കാരാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അമാന്തമുണ്ടായി, വീഴ്ചയുണ്ടായി, വേണ്ടത്ര രീതിയിൽ ഇടപെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയമാണെന്ന് പറയുന്നെങ്കിൽ ആ രാഷ്ട്രീയം ഞാൻ പറയും. ആ രാഷ്ട്രീയം പറയുന്നത് ആ തീരദേശ മേഖലയിലെ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടിയാണ്, എൻ്റെ പ്രദേശത്തെ മത്സ്യസമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഞാൻ ശ്രീ ചാൾസ് ജോർജിനോട് മറുപടിയായിട്ടല്ല ഈ പറയുന്നത്, എന്നെ കേൾക്കുന്ന CPM-ൻ്റെ പ്രതിനിധിക്കും പറയാതെ പറഞ്ഞു പോയ ശ്രീ ആഞ്ചലോസിനും വേണ്ടിയാണ്. ആ രാഷ്ട്രീയം ഞങ്ങൾ പറയുക തന്നെ ചെയ്യും, പറഞ്ഞേ പോകാൻ പറ്റൂ. ഇടപെടേണ്ടത് പിന്നെ MLA ഒറ്റ കാര്യം കൂടി, ഇങ്ങനെയാണെങ്കിൽ ഏറ്റവും അവസാനം ഇപ്പോൾ ഈ അടുത്ത സമയത്ത് അഭിലാഷെ നമ്മുടെ MP-മാരുടെ കോൺഫറൻസ് വിളിച്ചു ചേർത്തല്ലോ. ആ MP-മാരുടെ കോൺഫറൻസിൽ പല കാര്യങ്ങളും ഈ സംസ്ഥാനത്ത് നിന്ന് എന്തൊക്കെയാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ട വിഷയങ്ങളെന്നതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും സർക്കാരും നോട്ട് കൊടുക്കാറുണ്ടല്ലോ. ആ നോട്ടിൽ എവിടെയെങ്കിലും ഈ തീരദേശത്തെ അല്ലെങ്കിൽ ഈ കടൽ മണ്ണ ഖനനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമുക്കുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു നോട്ട് കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ അവരോട് പാർലമെന്റിൽ ഉന്നയിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അവിടെയാണ് ചില സംശയങ്ങൾ നമ്മൾ ജനിപ്പിക്കുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു പോകുന്നില്ല, വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഇതിൽ നമുക്ക് നമ്മുടെ മത്സ്യസമ്പത്ത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവനോപാധി സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, നമ്മുടെ മത്സ്യസമ്പത്തും തീരവും അതുപോലെ തന്നെ ഓഫ് ഷോറും ഒക്കെ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങളും ദുരൂഹതകളും നിലനിൽക്കുന്നുണ്ട്. അതില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോവുക അസാധ്യമാണ്, പാടില്ല. അതിനെ എന്ത് വില കൊടുത്തും എതിർക്കേണ്ടതായിട്ടുണ്ട്. ശരി, അവിടെ ശ്രീ ടി മനോഹരൻ, ഇപ്പോൾ കേരള സർവകലാശാലയുടെ അക്വാട്ടിക് ബയോളജി വിഭാഗം നടത്തിയ ഒരു പഠനമുണ്ട്. അത് ചൂണ്ടിക്കാണിക്കുന്നത് വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. പവിഴപ്പുറ്റുകൾ നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം, പാരുകൾ നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം, അങ്ങനെ മത്സ്യപ്രജനനം തന്നെ വലിയ തോതിൽ വെല്ലുവിളി നേരിടും. അങ്ങനെ കടലിൻ്റെ സ്വാഭാവികമായ ആ നേച്ചർ മാറുകയാണ്. ആ പ്രജനനം വലിയ തോതിൽ ബാധിക്കുന്നതോടുകൂടി മത്സ്യസമ്പത്ത് വല്ലാതെ കുറയും. ഒപ്പം പവിഴപ്പുറ്റ് നശിക്കുക വഴി ജൈവവൈവിധ്യത്തിന് വലിയ തോതിലുള്ള വെല്ലുവിളി ഉണ്ടാകും. ഈ കൊല്ലം പാര് തന്നെ ജൈവവൈവിധ്യങ്ങളുടെ ഒരു ഹോട്ട്സ്പോട്ടായി അറിയപ്പെടുന്ന സ്ഥലമാണ്. 30-ലധികം ഈ മൃദു പവിഴപ്പുറ്റുകൾ അവിടെയാണുള്ളത്. അതിൽ തന്നെ നമ്മുടെ മൊത്തം മുഴുവൻ കടലിൻ്റെ കണക്കെടുത്താൽ പോലും അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന കൊല്ലം പരപ്പ് ഭാഗത്താണ്. അപ്പോൾ ഇങ്ങനെ പല തലങ്ങളുള്ള ഒരു വിഷയത്തിൽ നമ്മുടെ ശ്രദ്ധ പതിയേണ്ട സമയത്ത് നമുക്കിപ്പോൾ GST കിട്ടുമോ റോയൽറ്റി കിട്ടുമോ എന്നുള്ളതിനപ്പുറത്ത് ഇതാണ് ഈ അക്വാട്ടിക് ബയോളജി വിഭാഗത്തിന്റെ പഠനം പോലെയാണ് കാര്യങ്ങളെങ്കിൽ അത് വരുന്ന തലമുറയെ സംബന്ധിച്ച് വിനാശകരമായിരിക്കുമല്ലോ. അപ്പൊ ആ നിലയ്ക്കുള്ളൊരു ചിന്ത നമ്മുടെ പോളിസി മേക്കേഴ്സിന് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ്. എൻ്റെ സുഹൃത്ത് ചാൾസ് ജോർജ് പറഞ്ഞ പലതിനോടും ഞാൻ യോജിക്കുകയാണ്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് ഒരു സംവാദത്തിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സന്ദർഭമോ മുദ്രാവാക്യമല്ല ഇത്. ഞാനതും ബോധ്യപ്പെടുന്നു. CPM-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംബന്ധിച്ച് യോജിച്ച പ്രക്ഷോഭത്തിന് ആവശ്യമായ തരത്തിലേക്കുള്ള നിലപാടാണുള്ളത്. ഞങ്ങൾ യോജിച്ച് കേരള ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോജിച്ച പ്രക്ഷോഭ സമരം നടത്തുന്നതിന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തീരദേശ ഹർത്താൽ എല്ലാവരും കൂടി ചേർന്നുള്ള സമ്പൂർണ്ണ ഹർത്താലാക്കി തീരദേശത്തെ മാറ്റിയെടുത്തത്. കേരള ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങളതിൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ അത്തരത്തിലേക്കുള്ള എല്ലാവരും യോജിച്ചുകൊണ്ട് ഈ പ്രക്ഷോഭ സമരം നേരിടുകയാണ്. നാളെ ഞങ്ങൾ ഒറ്റപ്പെട്ട സമരം നടത്തുന്നുണ്ട്. നാളെ രാജ്ഭവന് മുന്നിൽ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITUവിൻ്റെ നേതൃത്വത്തിലുള്ള 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന രാപ്പകൽ സമരം നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കുകയാണ്. അപ്പോൾ കക്ഷികൾ ഒറ്റയ്ക്കായും അതോടൊപ്പം തന്നെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയിലും നിരവധിയായ സമരങ്ങൾ നടന്നിരിക്കുന്ന സന്ദർഭത്തിൽ ഐക്യത്തോടെയുള്ള കേരളത്തിൻ്റെ ഈ വിഷയത്തിൽ ഐക്യത്തോടെയുള്ള ഒരു സമീപനമാണ് ആവശ്യം. അതിനകത്ത് രാഷ്ട്രീയം ബുദ്ധിപൂർവ്വം കൊണ്ടുവന്ന് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെ ചോദ്യം ചെയ്യാൻ കഴിയുന്നതല്ല. ലോകത്താകമാനം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഒറ്റ നിലപാടേ ഉള്ളൂ. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പൊതുമേഖലയെ സംരക്ഷിക്കുന്ന നിലപാട് മാത്രമേ ഉള്ളൂ. ഇത്തരം കുത്തുകൾക്കെതിരായിട്ടുള്ള യുദ്ധസമാനമായ നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യയിലെയും ലോകത്തെയും പ്രസ്ഥാനമല്ല ഇടതുപക്ഷം. അത് ആരോടെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? ഇവിടെ മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ തകരുമെന്ന കാര്യത്തിൽ സംശയമില്ല, മത്സ്യപ്പുറ്റുകൾ തകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ മത്സ്യങ്ങൾ ഈ കൊല്ലം തീരത്ത്, കൊല്ലം മുതൽ വർക്കല മുതൽ അമ്പലപ്പുഴ പോലെയുള്ള കൊല്ലം ബാങ്കിൽ മത്സ്യസമ്പത്ത് കൂടുതൽ കിട്ടാൻ ഇടയാക്കുന്നത് അവിടെ നിലനിൽക്കുന്ന അഷ്ടമടിക്കായലുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റു കായലുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒഴുകിയെത്തുന്ന ജലത്തിലുള്ള മത്സ്യങ്ങൾക്ക് ഭക്ഷണത്തിന് ആവശ്യമായ തരത്തിലുള്ള സംവിധാനമുണ്ട്. കടലിനടിയിൽ സസ്യജാലങ്ങളുണ്ട്, അതെല്ലാം മത്സ്യങ്ങളുടെ ഭക്ഷണജാലങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ മൊത്തത്തിൽ ഈ കൊല്ലം ബാങ്കിൽ ട്രെഡ്ജിങ് നടന്നാൽ മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ വരികയും മത്സ്യസമ്പത്ത് ഇവിടെ ഇല്ലാതാവുകയും ചെയ്യുന്ന ഭയാനകമായ ദുസ്ഥിതി കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ പൂർണ്ണമായും ബാധിക്കും. അതോടൊപ്പം തന്നെ മത്സ്യ അനുബന്ധ തൊഴിലാളികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ബാധിക്കും. അതോടൊപ്പം തന്നെ കേരളം ഒരു തീരദേശ സംസ്ഥാനമാണ്, കടലോരമാണ്.
9 ജില്ലകൾ കടലോരത്ത് കിടക്കുന്നതാണ്. ആ തീരദേശ ജില്ലകളിലെ ചെറു പട്ടണങ്ങളുടെ സാമ്പത്തിക നിലയെയും ചെറുപട്ടണങ്ങളുടെ പ്രവർത്തനത്തെയും പോലും പ്രതികൂലമായി ബാധിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ ഒരു വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലേക്കാണ് ഈ കടലിലെ ട്രെഡ്ജിങ് കൊണ്ട് എത്തിക്കാൻ തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ അതിശക്തമായ യോജിച്ചുള്ള പ്രക്ഷോഭം വഴി കേന്ദ്ര ഗവൺമെൻറ് ഈ തെറ്റായ മുതലാളിത്ത സമീപനത്തെ തിരുത്തി കേരളത്തെയും മത്സ്യത്തൊഴിലാളി സമൂഹത്തെയും കേരളത്തിലെ ജനങ്ങളെയും സംരക്ഷിക്കാൻ ആവശ്യമായ യോജിച്ച പോരാട്ടങ്ങൾക്കാണ് ഫിഷീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU നേതൃത്വം നൽകുന്നത്. അക്കാര്യത്തിലൊരു സംശയത്തിൻ്റെയും അടിസ്ഥാനമില്ല. അതാണ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITUവിന് ആത്യന്തികമായി പറയാനുള്ളത്. ശരി, ശ്രീ ചാൾസ് ജോർജ്, ഓഫ് ഷോർ ഏരിയാസ് മിനറൽ ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് ഒരു കേന്ദ്ര നിയമമാണ്, പാർലമെന്റ് പാസാക്കി. അത് ഏറ്റവും ഒടുവിൽ 2023 താങ്കൾ പറഞ്ഞതുപോലെ മണിപ്പൂർ വിഷയം കത്ത് നിൽക്കുന്ന സമയത്ത് ഭേദഗതി ചെയ്തു. ആ ഭേദഗതി യഥാർത്ഥത്തിൽ ഗിലറ്റിൻ ചെയ്യുകയായിരുന്നു. സാധാരണ നിലയ്ക്ക് യാതൊരു തരത്തിലുള്ള നിയമനിർമ്മാണ പ്രക്രിയയുടെ മാനദണ്ഡങ്ങളും പാലിക്കാതെയുള്ള നിയമനിർമ്മാണമാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഇത് മാത്രമല്ല, ഖനനം നടക്കുന്നത് കേരളത്തിന്റെ അധീനതയിലുള്ള വാട്ടേഴ്സിന് പുറത്താണ്, 30 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ഖനനം നടക്കുന്ന ബ്ലോക്ക് ഉള്ളതും. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നിയമപരമായി അധികാരങ്ങളൊന്നുമില്ല, പക്ഷേ രാഷ്ട്രീയമായി പ്രതിരോധിക്കാം എന്നുള്ളതാണ് സാധ്യമാവുന്ന ഒരു വഴി. താങ്കൾ തന്നെ ശരിയായി സൂചിപ്പിച്ചതുപോലെ കർഷക നിയമം പിൻവലിക്കേണ്ടി വന്നു എന്നുള്ളൊരു സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ ഇതൊരു കേന്ദ്ര നിയമം എന്നുള്ള നിലയിൽ, കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിലുള്ള ഒരു കാര്യം എന്നുള്ള നിലയിൽ സംസ്ഥാന സർക്കാരിന് എന്താണ് ചെയ്യാൻ പറ്റുക? ഇതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ് പ്രസിദ്ധീകരിച്ചത് നമ്മളൊന്നും അല്ലല്ലോ, സൈലൻസ് നായിക്കാണ് ആദ്യം. ഈ കൊച്ചിയിൽ ചേർന്ന സമ്മേളനത്തിൽ ഡോക്യുമെന്റ് അവതരിപ്പിച്ചത് നമ്മളല്ല, മൈനിങ് ഡിപ്പാർട്ട്മെന്റ് പോലും അല്ല, SBI ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഇതിനു വേണ്ടി ഡോക്യുമെന്റ് ആക്കിയിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ഈ ബിഡർക്ക്, ഇതിന് ബിഡ് ചെയ്യുന്ന ആൾക്ക് ആവശ്യമായ എല്ലാ സഹായം കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സൈന്യത്തെ കൊണ്ട് ഞങ്ങൾ നടത്തുന്ന പറഞ്ഞ ഈ പരിപാടി, ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറയേണ്ടതില്ലല്ലോ. ഒന്ന്, ലോകത്ത് തന്നെ മത്സ്യമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഐക്യരാഷ്ട്ര സംഘടന ഒരു പഠനപ്രകാരം 2048 ആകുമ്പോൾ ലോകത്തെ ഭക്ഷ്യയോഗ്യമായ മത്സ്യം ലോകത്തിന് അപ്രത്യക്ഷമാവും. ആകെ 2 തലത്തെ മത്സ്യമുള്ളൂ ലോകത്ത്. 15 ഫിഷിംഗ് ഗ്രൗണ്ടുകളിൽ 2 തലത്തേ ഉള്ളൂ. ഒന്ന് ബംഗാൾ ഉൾക്കടൽ, 2 അറബിക്കടൽ. അത് തന്നെ ഏറ്റവും സമ്പന്നമായ പ്രദേശമാണിത്. ആ മത്സ്യമില്ലാതെയാവും. കേരളീയർ ശരാശരി 32 കിലോഗ്രാം മത്സ്യം കഴിക്കുന്നത് ഒരു വർഷം. ഇത്രയധികം മത്സ്യം കഴിക്കുന്ന ജനങ്ങൾ അങ്ങോട്ട് പോകും. 1, മത്സ്യത്തൊഴിലാളി അങ്ങോട്ട് പോകും. 2, 3, കടലിൽ നിന്ന് മണ്ണെടുക്കുന്നത് നമ്മളെന്താണ് പ്രതിഷേധിക്കുന്നത്? കടലിൽ നിന്ന് മണ്ണെടുത്ത് അവിടെ കുഴികളുണ്ടാവും. ആ കുഴി നികത്താൻ ആവശ്യം മണ്ണ് കടലിൽ വലിച്ചെടുക്കും. അവിടെ നിന്നാണ് തീരത്ത് വലിച്ചെടുക്കും. കൊല്ലം തീരത്ത് ഞാൻ ഇന്നലെ പോയിരുന്നു. അവിടെ ആ ബീച്ചിൽ മനുഷ്യർ മുഴുവൻ ഇരിക്കുകയാണ്. പഴയ ശംഖുമുഖം നിങ്ങൾ ഓർക്കുന്നില്ലേ? ശംഖുമുഖം എങ്ങനെ പോയി? നമ്മുടെ തീരത്തുറപ്പാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അടിയന്തരമായ ഒരു മൊറട്ടോറിയം പ്രഖ്യാപിക്കും ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ BJPയുടെ പ്രതി ഞങ്ങൾ സംസാരിച്ചിരുന്നു. വലിയ പദ്ധതി വരികയാണ്. 1.3 ട്രില്യൺ, അതായത് 1,30,000 കോടി രൂപയുടെ നിക്ഷേപമാണ് രംഗത്ത് വരുന്നത്. എന്തൊക്കെയാണെന്ന് അറിയുമോ? 7 തുറമുഖങ്ങൾ, അത് വാടുവാനും ജാഖറും അതുപോലെ വിഴിഞ്ഞവും അടക്കമുള്ള 7 തുറമുഖങ്ങൾ, അതൊക്കെ അതാലേക്ക് കൊടുത്തിരിക്കുകയാണ്. അതുകൂടാതെ തുറമുഖ റിലേറ്റഡ് സിറ്റികൾ, കപ്പൽ നിർമ്മാണശാലകൾ, കപ്പൽ പൊളിശാലകൾ, 12 കോസ്റ്റ് റിലേറ്റഡ് സോണുകൾ, ഡെവലപ്മെൻറ്റ് സോണുകൾ, 12 കോസ്റ്റ് റിലേറ്റഡ് ടൂർ സർക്യൂട്ടുകൾ, കണ്ടെയ്നർ ഫ്ലൈറ്റ് സ്റ്റേഷനുകൾ. ഞാൻ ചോദിക്കട്ടെ, ഡെവലപ്മെൻറ്റ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എവിടെയാണ് ഞങ്ങളുടെ സ്ഥാനം? മത്സ്യത്തൊഴിലാളി അങ്ങോട്ട് പോകും, അവർക്ക് ആര് കോമ്പൻസേഷൻ കൊടുക്കും? അവരവിടെ പുനരുദ്ധരിപ്പിക്കും. നമ്മൾ ഇപ്പോഴും അറിയണം, വിഴിഞ്ഞത്തിൻ്റെ പേരിൽ 40 കുടുംബങ്ങൾ ഇപ്പോഴും സിമെൻറ്റ് ഗോഡൗണിൽ കിടക്കുകയല്ലേ. ഇതുപോലും പരിഹരിക്കാൻ നമ്മൾ വികസനത്തിൻ്റെ വായ്ത്തന്നെ എല്ലാവരും ഇടാൻ പാടില്ല. അത് 2. അപ്പോൾ നമ്മുടെ തീരം നഷ്ടപ്പെടുകയാണ്, കേരളം നഷ്ടപ്പെടുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടലാക്രമണ പ്രവണതയുള്ള പ്രദേശമാണ് കൊല്ലം എന്നറിയണം, കേരളം അറിയണം. 46% നമ്മുടെ തീരം നഷ്ടപ്പെടുന്ന ഒരു വർഷം. അപ്പോൾ അതുകൊണ്ട് കേരളത്തെ രക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നേ പറ്റൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കാർഷിക മേഖല പ്രശ്നം എല്ലാവരെയും യോമണിച്ച് ചേർത്തല്ലോ, പെട്ടെന്ന് തീരുമാനമുണ്ടായല്ലോ. മത്സ്യത്തൊഴിലാളികളുടെ ശബ്ദത്തിനൊരു വിലയില്ലേ? അവർക്ക് ശബ്ദമില്ലേ? അവരുടെ ശബ്ദം കേൾക്കണം. ഞാൻ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തർക്കങ്ങളിലേക്ക് പോകുന്നില്ല. അടിയന്തരമായി ഗവൺമെൻറ് സർവകക്ഷി യോഗം വിളിക്കേണ്ടിയിരുന്നു. ഈ വിഷയത്തിൽ സർവകക്ഷി യോഗം പ്രമേയം പാസ്സാക്കി അത് അന്ന് തന്നെ അയച്ചു കൊടുക്കേണ്ടത് അത്ര ഗൗരവമുള്ളതാണ്. കാരണം ഇത് 35,000 കോടി രൂപയുടെ നിക്ഷേപമാണ് വരാൻ പോകുന്നത്. അതിൻ്റെ 1% കമ്മീഷൻ പറഞ്ഞാൽ ലാവലിനേക്കാൾ വലിയ കമ്മീഷനാണത്. ഞാൻ ആർക്ക് കമ്മീഷൻ കിട്ടുന്നില്ല പറയുന്നത്, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അതുകൊണ്ട് വലിയ കമ്മീഷൻ കിട്ടുന്ന ഏർപ്പാടാണിത്. അതാണ് നമ്മൾ ഈ ജ്യോതികുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് 2003-ലും 2012-ലും ഞങ്ങൾ ചേർത്ത് പരാജയപ്പെടുത്തിയ പദ്ധതിയാണിത്. അത് കേരളത്തിൽ ക്രൗൺ മാരിടൈമാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഞങ്ങൾ പരാജയപ്പെടുന്നു. കാരണം 10 വർഷമാണ് ഞങ്ങൾ ഹർത്താൽ നടത്തിയത്. ആ ഹർത്താൽ ഞങ്ങൾ വിജയിച്ചു, മത്സ്യത്തൊഴിലാളി വിജയിച്ചു. മീനകുമാർ റിപ്പോർട്ട് ഗവൺമെൻറ്, ഈ ഫാസിസ്റ്റ് ഗവൺമെൻറ് ആ റിപ്പോർട്ട് മരവിപ്പിച്ചു. അഭിലാഷേ, വിദേശ കപ്പലുകളുടെ ലൈസൻസ് നമ്മൾ റദ്ദ് ചെയ്തു. അങ്ങനെ വിജയിച്ച പാരമ്പര്യം ഞങ്ങൾക്ക് ഒറ്റക്കെട്ടായി ഞങ്ങൾ നടത്താൻ പറ്റുന്ന പാട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ ഇനിയും നേടും. ഞങ്ങൾ ഒരൊറ്റ ആളെ അവശേഷിക്കുന്നവർ ഞങ്ങൾ ഒന്നിച്ച് പോരാടും. അവസാനം വരെ ഞങ്ങൾ പോരാടും. അത് ഞങ്ങളുടെ തീരുമാനമാണ്. ശരി, ഇവിടെ ശ്രീ TJ ആഞ്ചലോസ്,
കേരളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമേ ഈ പ്രശ്നം ഉണ്ടാവുകയുള്ളൂ? ഒന്നാമത്തെ കാര്യം. അത് രാജ്യവ്യാപകമായി വിവിധ സെക്ടറുകളായി തിരിച്ച് ബ്ലോക്കുകൾ നിശ്ചയിച്ചാണ് ഖനനം നടക്കുക, ബിഡിങ് നടന്നു വരുന്നു. 1982 ഐക്യരാഷ്ട്രസഭയുടെ കടൽ നിയമ കോൺഫറൻസിൽ തന്നെ ഈ കടൽ ഖനനം എന്നുള്ളത് ആഗോള വ്യാപകമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ ഖനനത്തെ അനുകൂലിക്കുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. സീ ബെഡിൽ നിന്ന് മണൽ ഖനനം ചെയ്യുക എന്നുള്ളത് വികസിത രാജ്യങ്ങളൊക്കെ സാധാരണ നിലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്നും ചൂണ്ടിക്കാണിക്കുന്നു. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ നിർമ്മാണ ആവശ്യത്തിനുള്ള മണൽ എന്നുള്ളതാണ് കൊല്ലത്തെ ലക്ഷ്യമിട്ട് ചെയ്യുന്നത് എങ്കിൽ കോബാൾട്ട്, നിക്കൽ, അത് കോപ്പർ അടക്കമുള്ള പ്രധാനപ്പെട്ട ഈ ഇത്തരം മൂലകങ്ങളുടെ ലക്ഷ്യം കൂടി ഉണ്ട് മറ്റ് ഇടങ്ങളെ സംബന്ധിച്ച്, ആൻഡമാൻ നിക്കോബറിന്റെ ഒക്കെ കാര്യം പരിഗണിക്കുമ്പോൾ. അപ്പോൾ ഇതൊരു ദേശീയ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ നമുക്ക് കേരളത്തിലെ മാത്രം ഒബ്ജക്ഷൻ കൊണ്ട്, കേരളത്തിലെ മാത്രം എതിർപ്പ് കൊണ്ട് എന്താണ് കാര്യം? ലോകത്തിലെ പല രാജ്യങ്ങളും ഇപ്പോൾ കടൽ മണൽ ഖനന പദ്ധതിയിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ കണക്കുകളൊക്കെ ഉണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. പല രാജ്യങ്ങളും ഇപ്പോൾ അത്തരം പദ്ധതികളിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. സാർവദേശീയ അടിസ്ഥാനത്തിൽ ചേരുന്ന കടൽ ശാസ്ത്രജ്ഞന്മാരുടെ കൺവെൻഷനുകളിലടക്കം ഇതിനകത്തുനിന്ന് പിന്മാറണം എന്നുള്ള നിരന്തരമായ നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അഭിലാഷ് പറഞ്ഞ പോലെ കേരളത്തിൽ മാത്രമല്ല, ഗുജറാത്തുണ്ട്, തമിഴ്നാടുണ്ട്, ഒഡീഷയുണ്ട്, ഇങ്ങനെ ഒട്ടനേകം തീരങ്ങളുണ്ട്, നിക്കോബാറുണ്ട്. ഇതൊക്കെ 3 ബ്ലോക്കുകളായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. കേരളത്തിലത് വരുമ്പോൾ ഗുരുതരമായ പ്രത്യാഘാതമാണ് ഉണ്ടാകുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ കേരളം. ഇപ്പോൾ 745 ലക്ഷം ടൺ മണൽ കൊണ്ടുവരുന്നു, വെള്ളമണൽ. ആദ്യത്തെ ക്യാമ്പയിൻ ഉണ്ടല്ലോ, നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ മണലാണ് കൊണ്ടുവരുന്നത്. ഇത്രയും മണൽ കരയിലേക്ക് കൊണ്ടുവന്നാൽ ഇത് വാഷ് ചെയ്യാനുള്ള വെള്ളം എവിടുന്ന ഇറക്കുമതി ചെയ്യുമോ? കേരളത്തിൽ അതിനുള്ള വെള്ളമുണ്ടോ? മാത്രമല്ല, അമിതമായ തരത്തിലുള്ള ചൂഷണം വന്നാൽ ഇപ്പോൾ കടൽ തീരത്ത് തന്നെ പലയിടങ്ങളിലും ശുദ്ധജലം കിട്ടും, അതിനൊന്നും തർക്കമില്ല. പക്ഷേ ആ ഉപ്പുവെള്ളത്തെ പ്രതിരോധിച്ച് നിർത്തുന്ന തിട്ടകളുണ്ട്. അതെല്ലാം പിന്നീട് സംഭവിക്കുന്നത് കടലിൽ ഖനനം ഉണ്ടായാൽ ഈ കരയിൽ നിന്ന് മണൽ വലിക്കുന്നതോടുകൂടി അതില്ലാതാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീരദേശം മൊത്തത്തിൽ ഉപ്പുവെള്ളത്തിൻ്റെ കേന്ദ്രമായി മാറും. അതാണ് വിഷയം. കേരളത്തിൻ്റെ തീരത്തിൻ്റെ പ്രത്യേകത ഏതാണ്? അത് കണ്ണുടച്ചുകൊണ്ട് ഏതെങ്കിലും മേഖലയിൽ ഖനനം നടത്തുന്നത് പോലെ കേരളത്തിൻ്റെ തീരത്ത് വന്നാൽ ഗുരുതരമായ പ്രത്യാഘാതമാണ് ഉണ്ടാകുന്നത്. കേരളത്തിൻ്റെ തീരം ഏതാണ്ട് മരുഭൂമിക്ക് സമാനമായി മാറുന്ന സ്ഥിതി ഉണ്ടാകും. ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ ഗുജറാത്ത് പോലെയല്ല. ഇവിടെ ഐക്യരാഷ്ട്രസഭ തന്നെ പറയുന്നത് ഒരു മത്സ്യത്തൊഴിലാളി മത്സ്യബന്ധനം നടത്തിയാൽ 4 കുടുംബങ്ങൾ അതോട് അനുബന്ധമായി ജീവിക്കുന്നു എന്നുള്ളതാണ്. തീരത്തല്ല, മറ്റു പ്രദേശങ്ങളിൽ. എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പങ്ക്. കൊല്ലം പരപ്പ് ഏറ്റവും രുചിയേറിയ മത്സ്യം ഉള്ള സ്ഥലമാണ്. മറ്റു പല സ്റ്റേറ്റുകളിലും പോകുമ്പോൾ അവിടുത്തെ മത്സ്യം കഴിക്കാറുണ്ടല്ലോ, അതിനകത്തുനിന്ന് വ്യത്യസ്തമാണ്. ഇത്രയും കുടുംബങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ഈ തീരപ്രദേശത്തിൻ്റെ വലിയൊരു ഭാഗം കടൽ വെച്ച് പോയ ഭൂമിയാണ്. ഇപ്പോൾ വാജ്പേയി കുമരകത്ത് വന്നപ്പോൾ അന്നൊരു ആർട്ടിക്കിൾ വന്നിരുന്നു, കുമരകം പഴയ സീ പോർട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അത്തരം ഒരു മേഖലയിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ കടലിൽ നിന്ന് മണൽ വലിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കടൽ സ്വാഭാവികമായിട്ട് തീരത്തെ വലിച്ചെടുക്കും. അതാണല്ലോ ഇന്തോനേഷ്യ. സുനാമിയിൽ മരിച്ചത് ലക്ഷക്കണക്കിന് ഇന്ത്യയുടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ജനങ്ങളാണ്. പക്ഷേ അതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യ നല്ലതുപോലെ മണൽ എക്സ്പോർട്ട് ചെയ്ത് പണം ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ്. പിന്നീട് അവർ അതിനകത്തുനിന്ന് പാഠം പഠിക്കുകയുണ്ടായി. അതുകൊണ്ട് കേവലം കുറച്ച് സമ്പത്തിനെ ലക്ഷ്യമാക്കി പോകുക, ഇത് ഈ മണൽ കരയിൽ കൊണ്ടുവന്ന് വാഷ് ചെയ്ത് വെള്ളമണലാക്കി നിർമ്മാണത്തിന് കിട്ടും എന്നുള്ള ആ ക്യാമ്പയിനൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പ്രധാന ലക്ഷ്യം അവിടുത്തെ ധാതുമണൽ തന്നെയാണ്. അവിടെയുള്ള ധാതുമണലാണ് ലക്ഷ്യം. അത് ഏതൊരാൾക്കും അറിയാൻ പറ്റും. കുറേ കരയിലേക്ക് വരുന്നുണ്ട്, കടലിൽ അതിൻ്റെ ഡിപ്പോസിറ്റ് ഉണ്ട്. അതിനെ ലക്ഷ്യമാക്കിയാണ് കോർപ്പറേറ്റുകളെല്ലാം കൂടെ ചേർന്ന് ഇതിലേക്ക് വരുന്നത്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി തീരദേശ ജനത, തീരദേശത്തിൻ്റെ നിലനിൽപ്പ്, ഇവിടുത്തെ കുടിവെള്ളത്തിൻ്റെ വിഷയങ്ങൾ, പാരിസ്ഥിതികമായ ഒട്ടനേകം വിഷയങ്ങൾ, കള്ളക്കടൽ ഇതുവരെ കേട്ടുകഴിവില്ലല്ലോ. കടലുണ്ടാകുന്ന ഒരുപാട് പ്രതിഭാസങ്ങളനുസരിച്ച് ഏതാണ്ട് 2 മാസം കൂടുമ്പോൾ കള്ളക്കടൽ എന്നുള്ള പ്രതിഭാസം വരികയാണ്. തീരത്ത് മനുഷ്യൻ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. അത് തന്നെ കായലിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. മൺട്രോത്തുരുത്ത് പോലുള്ള ഗ്രാമങ്ങൾ ഇപ്പോൾ ഇല്ലാതാകുകയല്ലേ. അപ്പോൾ സമുദ്ര ജലനിരപ്പ് വലിയ തോതിൽ വർദ്ധിക്കുന്നുണ്ട്. കൊച്ചി എത്ര നാളുണ്ടാകും എന്നുള്ള ശാസ്ത്ര സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അത്തരം വിഷയങ്ങളുള്ളത് കൊണ്ടാണ് ഇത് പാടില്ല എന്നുള്ള ഉറച്ച നിലപാട് ഞങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾ അതിനകത്ത് വിജയിക്കുകയും ചെയ്യും. ഒരു വാക്കുകൂടി എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ജ്യോതികുമാർ പറഞ്ഞു. ഞാൻ പറഞ്ഞത് നിയമസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ജനാധിപത്യ സംവിധാനത്തിൽ അതിൻ്റെ ഒരു സൗന്ദര്യം അതാണ്.
അപ്പോൾ ഒരു പ്രമേയം വരിക എന്ന് പറഞ്ഞാൽ ഭരണകക്ഷി കൊണ്ടുവന്നെങ്കിൽ പ്രതിപക്ഷത്തിന് അത് ആവശ്യപ്പെടാം. ഞങ്ങൾ രണ്ടു കൂട്ടരെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിയുടെയും സ്പീക്കറുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. കഴിഞ്ഞ സെഷനിൽ പ്രമേയം വരണം എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ മറ്റേ തർക്കത്തിലേക്ക് പോകുമ്പോൾ പാർലമെൻറ്റിൽ ഇത് ഒരു ബില്ല് അവതരിപ്പിച്ചാൽ അന്നത്തെ ദിവസമല്ല ഭേദഗതി കൊടുക്കുന്നത്, ബില്ല് നേരത്തെ സർക്കുലേറ്റ് ചെയ്യുന്നതാണ്. അത്തരം ഭേദഗതികൾ കൊടുത്തു കാണാം. ചില അന്നത്തെ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട ബഹളത്തിൽ അതെല്ലാം പോയി കാണും. ഇപ്പോൾ കാർഷിക നിയമം വന്നല്ലോ, ഫല ഭേദഗതികൾ അവിടെ ചർച്ച ചെയ്തു, അത് ഭൂരിപക്ഷം അനുസരിച്ച് തള്ളിക്കളഞ്ഞു. പക്ഷേ ഇതിലതുണ്ടായില്ല. അത്തരം ഭേദഗതികൾ ഓരോ എം പിമാരും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അത് പറഞ്ഞാൽ മതി ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട്. ഞങ്ങൾ അതിൻ്റെ തർക്കത്തിലേക്ക് പോകുന്നില്ല. ഞാൻ സൂചിപ്പിച്ചത് ചില വിവാദങ്ങളുണ്ടാക്കി രാഷ്ട്രീയമായി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം പറഞ്ഞ് ഇതിൻ്റെ ഒരു പ്രാധാന്യം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് വ്യവസായ മന്ത്രി നടത്തിയ പ്രസ്താവനയിലെ ചില ഭാഗങ്ങളിലൂടെ പറഞ്ഞത്. ഞങ്ങൾക്ക് അതിനകത്തൊന്നും വിഷയമല്ല. പ്രധാന വിഷയം എല്ലാവരും യോജിച്ച് ഈ മഹാവിപത്തിനെ നേരിടുക എന്നുള്ളതാണ്. ആ സ്ലോഗനാണ് ഇന്ന് മത്സ്യത്തൊഴിലാളി സംഘടനകൾ യോജിച്ച് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇതൊരു ദേശീയ വിഷയമാണ്. ബംഗാൾ ഉൾക്കടലിനെയും അതുപോലെ തന്നെ അറബിക്കടലിലെയും വിവിധ സെക്ടറുകളിൽ വിവിധ ബ്ലോക്കുകളായി തിരിച്ചാണ് സ്വകാര്യ കമ്പനികളെ കൊണ്ട് ഖനനം ചെയ്യിക്കുന്നത്. ടെൻഡർ വിളിച്ച് മത്സരാധിഷ്ഠിത ടെൻഡർ ക്ഷണിച്ച് വിവിധ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഖനനത്തിന് അവസരം കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു ദേശീയ വിഷയമാണ്. കേരളത്തിൻ്റെ ഈ കൊല്ലം ബാങ്കിൽ മാത്രം, കൊയിലോൺ ബാങ്കിൽ മാത്രം നടക്കുന്ന ഖനനമേ അല്ല എന്നിരിക്കെ ഇതിൽ ദേശീയമായ നിലയിലുള്ള ഒരു പ്രതിരോധവും പ്രതിഷേധവും അല്ലേ വേണ്ടത്? അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കും ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾക്കും അത് ആലോചിക്കാമല്ലോ. അപ്പം കർഷകർ പഞ്ചാബിലല്ല സമരം ചെയ്തത്, ഡൽഹിയിൽ ചെന്നിട്ടാണ്. ഒടുവിൽ കേന്ദ്ര സർക്കാരിന് 3 കർഷക നിയമങ്ങളും പിൻവലിക്കുകയാണ് എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നു. പാർലമെന്റിൽ തന്നെ വേറെ ബില്ല് അവതരിപ്പിച്ച് ആ നിയമങ്ങൾ റദ്ദാക്കിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ നിയമത്തിൽ നിന്ന്, ഈ നിയമ ഭേദഗതിയിൽ നിന്ന് പിന്നിൽ പോകണമെങ്കിൽ അത് ദേശീയ തലത്തിൽ പ്രതിഷേധം ഉയരണം. തീർച്ചയായിട്ടും ഇവിടെ കർഷക സമരവും താങ്കൾ സൂചിപ്പിച്ചതുപോലെ പഞ്ചാബിൽ നിന്നാണ് തുടങ്ങിയത്, അത് ഡൽഹിയിലേക്കാണ് എത്തിയത്. നമുക്ക് തുടങ്ങാമെന്നേ, തുടങ്ങണമല്ലോ. കാരണം ഈ സംസ്ഥാനത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, നമ്മുടെ തീരദേശത്തിലുള്ള സംസ്ഥാനങ്ങളെ ബാധിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ 9 ജില്ലകളെ ബാധിക്കുന്നു. ആ 9 ജില്ലകളെ ബാധിക്കുമ്പോൾ അതിൻ്റെ പ്രതിധ്വനി ബാക്കി എല്ലാ സ്ഥലത്തേക്കും ഉണ്ടാകും. ഇതൊരു ഇന്ത്യയെ മൊത്തത്തിൽ, ഇന്ത്യയുടെ തീരദേശ മേഖലയെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മാത്രമല്ല ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ഒരു കൃത്യമായ ഒരു പഠന റിപ്പോർട്ട്, ഇതിൻ്റെ ആഘാതങ്ങളെ സംബന്ധിച്ചൊരു കൃത്യമായ പഠന റിപ്പോർട്ട് ഇപ്പോഴും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ അവരാരും ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് പോയവർ പോലും പിന്മാറിയിട്ടുണ്ട്, പോകാത്തവർ പോകാൻ തയ്യാറാകുന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ ഇത് എടുത്തുചാടിയുള്ള ഒരു പ്രവൃത്തിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഈ അമെൻമെൻറ്റും ഈ ബില്ലും അതുപോലെ തന്നെ തുടർന്നുള്ള നടപടികളും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മുന്നോട്ട് പോവുക അസാധ്യമാണ്. ഇതിനൊരു കോമൺ പ്ലാറ്റ്ഫോമിലൊരു സമരം നടക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ദേശീയ ശ്രദ്ധ ആകർഷിക്കേണ്ട സമരം തന്നെ ആയി മാറും ഇതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതിൻ്റെ തുടക്കം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തന്നെയാണ് ആരംഭിച്ചിട്ടുള്ളത്. അത് കൊല്ലത്ത് നിന്ന് തന്നെയാണ് വളരെ വിശാലമായ അർത്ഥത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. അത് രാപ്പകൽ സമരം തന്നെയായിരുന്നു. അത് കടലിൽ തന്നെ വേദി ഒരുക്കിക്കൊണ്ടുള്ള സമരമായിരുന്നു. അതിനു മുമ്പ് തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിരവധി സമരങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിലുള്ള സമരം നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഇതിനുള്ള ഞങ്ങളുടെ സംഘടനാ സംവിധാനം, മത്സ്യത്തൊഴിലാളി കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലൊരു സംഘടനയുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് ഒരു ദേശീയ വിഷയമായി തന്നെ മാറുമെന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. സർക്കാരിന് ഇതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. ഈ രാജ്യത്തെ കേരളത്തെ നമുക്കറിയാമല്ലോ, നമ്മുടെ തീരദേശ മേഖല നമ്മളിങ്ങനെ നീളത്തിൽ കിടക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ, തീരദേശത്തോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ നമുക്കുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത്, നമ്മൾ നേരിടാൻ പോകുന്ന ഭവിഷ്യത്ത് വളരെ വലുതാണ്. ഇവിടെ യാതൊരു പഠനവും ഇല്ലാതെ ഇത്തരത്തിൽ മുന്നോട്ട് പോവുക സാധ്യമാണ്. ഇനി ഭേദഗതികൾ കൊടുത്ത ശ്രീ ടി ജെ ആഞ്ചലോസ് പറഞ്ഞു, ഭേദഗതികൾ കൊടുത്തിട്ടുണ്ടെന്നേ, അതൊരു യാഥാർത്ഥ്യമാണെന്നേ. ഞാൻ ഇന്ന് സംസാരിച്ച ഏക എം പി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ എൻ കെ പ്രേമേന്ദ്രനാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഭേദഗതി, പക്ഷേ ചർച്ച ചെയ്യപ്പെട്ടില്ല. അതുപോലെ പല എം പിമാരും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ മറ്റൊന്നുകൂടി പറഞ്ഞു, ശ്രീ ആരിഫ് കൊടുത്തിട്ടേ ഇല്ല. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയോ ഒരു നീക്കവും നടത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വ്യവസായ മന്ത്രിയെ പോലെയുള്ള ആൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ അപക്വമായ രീതിയിൽ പ്രതികരിക്കുന്നത് ശരിയല്ല. അദ്ദേഹത്തിൻ്റെ എന്നെ ശ്രീ ചാൾസ് പീറ്റർ അല്ലെങ്കിൽ ശ്രീ CPMൻ്റെ പ്രതിയൊക്കെ പറയുന്നതിന് മുമ്പ് ആദ്യം വ്യവസായ മന്ത്രി ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങളിൽ മാതൃകാപരമായ സമീപനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. ഏതായാലും ഇത് കേരളത്തെ ബാധിക്കുന്ന വിഷയം കൂടിയാണ്. കേരളത്തെ ബാധിക്കുന്ന വിഷയം എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിന് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ പേരിന് അവസാന ദിവസം ഒരു കത്ത് കൊടുക്കുക മാത്രമല്ല ഇതിനകത്ത്
എത്തേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സെമിനാറോ കോൺഫറൻസോ ഈ സംസ്ഥാനം നടന്നിട്ടുണ്ടോ? ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചർച്ചകൾ നടന്നിട്ടുണ്ടോ? സംസ്ഥാനത്തിൻ്റെ നിലപാട് എന്താണെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? പ്രതിപക്ഷ പാർട്ടികളുമായി ചർച്ച ചെയ്തിട്ടുണ്ടോ? ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ചർച്ചകൾ നടന്നിട്ടുണ്ടോ? പാർലമെൻറ്റിൽ അവതരിപ്പിക്കണമെന്ന് എംപിമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഇതിനൊന്നും ഒരു മറുപടിയും ഒന്നും ചെയ്തിട്ടില്ല എന്ന ഉത്തരമായിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അത് ഒരിക്കലും അഭികാമ്യമല്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയല്ല ഉണ്ടാകേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകൾ മൊത്തത്തിൽ എല്ലാത്തിൽ കേരളീയ സമൂഹത്തെ ബാധിക്കുന്ന, തീരദേശ മേഖലയെ ബാധിക്കുന്ന വിഷയം എന്ന നിലയിൽ ചർച്ചകൾ ഉണ്ടാകേണ്ടതായിരുന്നു. ഇതിനെ സംബന്ധിച്ച് ഒരു കൺസെൻസസ് ഉണ്ടാക്കാൻ ഇപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തമ്മിൽ കൺസെൻസസ് ഉണ്ടെന്ന് പറയുമ്പോൾ സർക്കാർ തലത്തിലൊരു കൺസെൻസസ് ഉണ്ടാക്കേണ്ടതായിരുന്നു. അക്കാര്യത്തിൽ ഇതിൽ ഇടപെടുന്നതിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് ദുരൂഹമായ വീഴ്ചയാണ്, അത് മനഃപൂർവ്വമായ വീഴ്ചയാണ് എന്ന ആക്ഷേപമാണ് ഞങ്ങൾക്കുള്ളത്. അത് മനഃപൂർവ്വമായ വീഴ്ചയ്ക്ക് കാരണങ്ങളുണ്ട്. അത് വരും ദിവസങ്ങളിൽ ബോധ്യപ്പെടും. അത് രാഷ്ട്രീയമാണ്. അത് കേന്ദ്ര സർക്കാരിനെ താലോലിക്കുന്ന CPM-ൻ്റെ രാഷ്ട്രീയം തന്നെയാണ്, മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയം തന്നെയാണെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടും എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ ആ രാഷ്ട്രീയം അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ബോധ്യപ്പെടും. അദാനി കൂടി ഇത്തരത്തിൽ 2 കമ്പനികൾ രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ, അദാനി ഇത്തരത്തിൽ ആണവ നിലയങ്ങൾ സന്ദർശിച്ച സാഹചര്യത്തിൽ, ഇവിടെ തീരദേശ മേഖലയിൽ കേരളം ബാങ്ക് ഉൾപ്പെടുന്ന പ്രദേശം തന്നെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ തിരഞ്ഞെടുക്കുന്ന സാഹചര്യത്തിൽ, മാത്രമല്ല ഇവിടുത്തെ ധാതു ലവണങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ബോധ്യമുള്ള അടിസ്ഥാനത്തിൽ അവിടെ ഖനനം നടത്തിയാൽ സ്വകാര്യ കമ്പനികൾക്ക് ഇടപെടാൻ കഴിയുകയും അവർക്ക് യുറേനിയം തോറിയവും ഒഴിച്ചുള്ള ബാക്കി ധാതു ലവണങ്ങളെല്ലാം കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചന കൂടി ഉണ്ടോ എന്ന് നമ്മൾ ആരെങ്കിലും സംശയിച്ചു പോയാൽ, അല്ലെങ്കിൽ ഇതിന് വേണ്ടത്ര രീതിയിൽ സംസ്ഥാന സർക്കാർ പ്രതികരിക്കാതിരിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ഉണ്ടോ എന്ന് സംശയിച്ചാൽ അവരെ ആരെയും കുറ്റപ്പെടുത്താനും ആവില്ല അഭിലാഷേ. അത് പറഞ്ഞേ മതിയാവും, അത് പറഞ്ഞേ പോകാൻ കഴിയൂ. ശരി, ഓക്കെ. ശ്രീ ടി മനോഹരൻ, ഞാൻ ഗൂഢാലോചന സിദ്ധാന്തങ്ങളോ തിയറികളോ ഒന്നും പറയുന്നില്ല. എന്താണ് ഈ വിഷയത്തിലെ നിലപാടെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ കടൽ മണൽ ഖനനത്തിനെതിരാണ്, അതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറയുന്നു. എന്നുള്ളതിനപ്പുറത്ത് എന്തു ചെയ്തു എന്നുള്ളത് പക്ഷേ ഗൗരവമുള്ള ചോദ്യമാണ്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ UGC നിയമ ഭേദഗതിയിൽ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ കേരളം എന്ത് ചെയ്തു? വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗം വിളിക്കുകയും ആ UGC നിയമ ഭേദഗതിയോടുള്ള പ്രതിഷേധം കോർഡിനേറ്റഡായി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് കണ്ടു. അതിന് മുൻകൈ എടുത്തു. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് സാമ്പത്തികമായി സർക്കാരിനെ ഞെരുക്കുന്നു എന്ന് പരാതിയുള്ളപ്പോൾ ഡൽഹിയിൽ കേരള മുഖ്യമന്ത്രി നേരിട്ട് ചെന്ന് ആ ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മൾ കണ്ടു. വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരെ അടക്കം വിളിക്കുന്നത് കണ്ടു. ഒമർ അബ്ദുള്ളയും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളും ഒക്കെ അതിൽ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഓരോ വിഷയങ്ങളുടെയും പ്രാധാന്യം അനുസരിച്ച് ആ നിലപാടെടുക്കുന്ന കേരളത്തെ സംബന്ധിച്ച് മുഴുവൻ തീരദേശ സംസ്ഥാനങ്ങളുടെയും ഒരു കോർഡിനേഷൻ ഉണ്ടാക്കാമല്ലോ, അവിടുത്തെ മുഖ്യമന്ത്രിമാരുമായി സംസാരിക്കാമല്ലോ, ഫിഷറീസ് മന്ത്രിമാരുമായി സംസാരിക്കാമല്ലോ, യോജിച്ച് പ്രതിഷേധം വേണം എന്ന നിലപാട് സ്വീകരിക്കാമല്ലോ. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് മുൻ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് സമാനമായ വിധത്തിലുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഈ കാര്യത്തിൽ കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് എന്നുള്ളത് അംഗീകരിക്കണം. ശ്രീ അഭിലാഷ്, ഇപ്പം നമ്മൾ ഈ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോജിച്ച പ്രക്ഷോഭ സമരം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിനകം തന്നെ CPM-ൻ്റെയും CIT-ൻ്റെയും നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ബാക്കി എന്തെങ്കിലും പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ ആ പ്രവർത്തനങ്ങളെല്ലാം വരും. ഞാൻ ആദ്യം പറഞ്ഞ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചോളം വൻ കുത്തകകളുമായുള്ള ഇടതുപക്ഷത്തിൻ്റെ സമീപനത്തെ സംബന്ധിച്ച് ആർക്കാണ് അറിയാൻ കഴിയാത്തത്? ഒരു വെള്ളവും വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ ഉണ്ടാവില്ലല്ലോ. പിന്നെ അടുത്ത മാസം 12-ാം തീയതി ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാവരും യോജിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. ഈ വിഷയം ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന നിലയിലേക്കുള്ള തീരുമാനം കേരള ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി എടുത്തിട്ടുണ്ട്. അത് മാർച്ച് 12-ാം തീയതിയാണ് ദേശീയ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഓരോരോ അടുക്കും ചിട്ടയുമായി കേരള ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം നടക്കുകയാണ്. അത് തുടങ്ങിയിട്ടേ ഉള്ളതെല്ലാം അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. തുടർന്ന് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം തീർച്ചയായും ചെയ്യും. ഇക്കാര്യത്തിൽ ഒരു വെള്ളം ചേർക്കലും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചില്ല. പിന്നെ മറ്റൊന്ന്, ഈ KMLM നേരത്തെ പറഞ്ഞപ്പോൾ ഈ ധാതുമണലിൽ ലക്ഷ്യമിട്ട് ഇന്ത്യൻ കുത്തകകളും വിദേശ കുത്തകകളും യാത്ര തുടങ്ങിയിട്ട് ഒത്തിരി നാളുകളായി. പല രൂപത്തിൽ അവർ രംഗത്ത് വന്നു. അതെല്ലാം യോജിച്ച പ്രക്ഷോഭ സമരങ്ങളുടെ പരാജയപ്പെടുത്തുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. തീർച്ചയായിട്ടും നേരത്തെ എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ ധാതുമണൽ കൊല്ലത്ത് ഈ ഖനനം ആദ്യം ആരംഭിക്കുന്നതിൻ്റെ പിന്നിൽ ധാതുമണൽ ലക്ഷ്യമുണ്ടെന്ന കാര്യത്തിൽ തർക്കമേയില്ല. കൊല്ലത്തിൻ്റെ കടലിൽ ധാതുമണലുണ്ട്. ആ ധാതുമണലിൽ കരയിലെ ധാതുമണലൊന്നും എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കുള്ള സമീപനം വന്നപ്പോൾ ഇപ്പോൾ കടൽ വഴി ആ ധാതുമണലുകൾ കവർന്നു കൊണ്ടുപോകാൻ ആവശ്യമായ തരത്തിലേക്കുള്ള കുത്തകളുടെ നീക്കത്തിൻ്റെ ഭാഗം കൂടി കൊല്ലത്ത് ആദ്യം ഖനനം തുടങ്ങുന്നതായി ഉണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമേയില്ല. അതിനെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ ആശങ്കയാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ സംരക്ഷിക്കുവാൻ യോജിച്ച പോരാട്ടത്തിന് ഏതറ്റം വരെയും കേരളത്തിലെ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CIT-യും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഉണ്ടാകും. തർക്കം വേണ്ട അക്കാര്യത്തിനകത്ത്. ശരി, ഓക്കെ. ഇവിടെ ചാൾസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിർമ്മാണ ആവശ്യത്തിനുള്ള മണൽ എന്നതാണ് പറയുന്നത് എങ്കിലും ലക്ഷ്യം ധാതു മണൽ തന്നെ ആകാം, സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആവട്ടെ.
ഇവിടെ ഇപ്പോൾ മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ സമരത്തിനും അതുപോലെയുള്ള പ്രക്ഷോഭങ്ങൾക്കും അപ്പുറത്ത് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ കേരള സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് താങ്കൾ വിചാരിക്കുന്നത്? ഈ നിയമസഭ സംയുക്ത പ്രമേയം പാസ്സാക്കുക എന്നുള്ളത് ഒരു ആലങ്കാരിക നടപടിയാണ്. അതിനപ്പുറത്ത് ഇതിൽ ആദ്യം ചെയ്തിരുന്ന കാര്യം കേരളം നമ്മൾ തമിഴ്നാടിനെ മാതൃകയാക്കണം. തമിഴ്നാട്ടിലെ മധുര ജില്ലയിലെ പട്ടണപുരം സ്ഥലത്ത് ടങ്സ്റ്റൺ അയിര് ഖനനം ചെയ്യാനായിട്ട് വേദാന്ത കമ്പനി തീരുമാനിച്ചു. 2015 ഹെക്ടർ ഏറ്റെടുത്തു. ആ സ്ഥലത്ത് മുഖ്യമന്ത്രി നേരിട്ട് ഞാൻ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കണോ എങ്കിൽ ഇത് മാറണം. അവിടുത്തെ മുഖ്യമന്ത്രി നേരിട്ട് നേതൃത്വം കൊടുത്തിട്ടാണ് ആ കമ്പനിക്കാർ സമരം ചെയ്ത് അത് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു മാതൃക നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ അവരെ ഐഡിയലൈസ് ചെയ്യുന്നതല്ല കേട്ടോ. കേരളം ചെയ്യേണ്ടിരുന്ന കാര്യം ഒന്ന്, ഇത്തരം കാര്യങ്ങളിൽ നമുക്കൊരു മാതൃകയുണ്ട്. നേരത്തെ ദക്ഷിണേന്ത്യൻ മന്ത്രിമാരെ യോഗം വിളിക്കണം. 2, നാഷണൽ ഫിഷറി ഡെവലപ്മെൻറ്റ് ബോർഡ് യോഗം വിളിക്കണം. 3, മന്ത്രിമാർ ഞങ്ങളെ കേൾക്കണം. ഞങ്ങളെ കേട്ടിട്ടില്ലല്ലോ ആരും. 4, MP-മാരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു പ്രമേയമായിട്ട് പോയി പാർലമെൻറ്റ് ഉന്നയിക്കണം. നമുക്കിടത്ത് അഭിപ്രായ വ്യത്യാസമില്ല. മത്സ്യത്തിൻ്റെ രാഷ്ട്രീയം നമുക്കിനകത്തുള്ളത്. നമ്മുടെ കേരളം മാറിപ്പോയില്ലേ? 2017 ഓക്കി വരുന്നത്. 2018 പ്രളയം വന്നു. 19 ഗജ, ക്യാർ, നിസർഗ, ടൗട്ടെ, വായു, ഇത്തരത്തിൽ എത്രയോ പ്രളയങ്ങൾ കാണുന്നു. കൊടുങ്കാറ്റുകളുടെ കേന്ദ്രമാണ് കേരളം. മാറിപ്പോയി. ഞങ്ങളുടെ അവസ്ഥ അറിയാമോ? കരപ്പലിന് രക്ഷയില്ല, കടലിന് രക്ഷയില്ല. കടലിൽ പോയാൽ മുങ്ങിപ്പോവും. കരയാണെങ്കിൽ ഈ വികസന ഡെവലപ്മെൻറ്റാണ് നിൽക്കുന്നത്. ചെകുത്താനും കടലിടയിലെ കേരളത്തെ മത്സ്യത്തൊഴിലാളികൾ. അത് ഞങ്ങൾ നേരിടുന്ന വിഷയം. ഇത് എങ്ങനെ രണ്ടുപേരെ ഒരേപോലെ നേരിടേണ്ട അവസ്ഥയാണ്. ഞങ്ങളുണ്ടാക്കിയാൽ ഈ കടലിലെ ഈ ക്ഷോഭമൊന്നും ഇപ്പോൾ നമുക്കറിയാം. ഈ കടൽ മണൽ ഖനനം ചെയ്യാനുണ്ടാകുന്ന വിഷയങ്ങൾ, കടലിൽ വെളുത്ത മണ്ണ് മാത്രമല്ല ഉള്ളത്. കൊല്ലത്ത് നമ്മുടെ സദേൺ ഗ്രാനുലേറ്റ് ടെറൈൻ എന്ന് പറയുന്ന മലകളിൽ നിന്ന് ഒലിച്ചു വന്നിരിക്കുന്ന കരിമണലാണ്. ആ കരിമണൽ കൂടി അതിനകത്ത് ഉള്ളടങ്ങിയിട്ടുണ്ട്. അത് കരയിൽ കൊണ്ടുവന്ന് എലൂട്രിയേഷൻ എന്ന പ്രക്രിയ വഴി അത് വേർതിരിച്ചെടുക്കും. അതിനവരുടെ കണ്ണവിടെയാണല്ലോ. ആ വേർതിരിച്ചെടുക്കുന്ന മണ്ണായിരിക്കും പ്രധാന ലാഭം. ഇത് ലോകത്ത് എല്ലാ വർഷവും മണലെടുക്കുന്നത്, കടലിൽ നിന്ന് മണ്ണെടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, 8 ബില്യൺ ടണ്ണാണ് എടുക്കുന്നത് കടലിൽ നിന്ന്. പക്ഷേ അത് റീജുവനേറ്റ് ചെയ്യണമെങ്കിൽ 16 ബില്യൺ ടണ്ണ് മണൽ വരണമെന്നാണ് ഐക്യരാഷ്ട്രസംഘടന പറയുന്നത്. അത് വരുന്നില്ല. അതുകൊണ്ടാണ് നേരത്തെ ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ലോകത്ത് വലിയ മാറ്റം വന്നിരിക്കുകയാണ്. ഫാസ്റ്റുകൾ അംഗീകരിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, കത്തി അമേരിക്കയാണ്, ഹോളിവുഡ് അടക്കം. എന്താണ് ഇയാളുടെ നിലപാട്? ട്രംപിൻ്റെ ഞങ്ങൾ അതിന് പൈസ കൊടുക്കൂലെന്നാണ്. എന്താണ് ബൽസനാരോയുടെ നിലപാട്? അയാൾ ആമസോൺ മുഴുവൻ വെട്ടി നശിപ്പിക്കുകയാണ്. എന്താണ് മോഡിയുടെ നിലപാട്? മോഡി, ട്രംപ്, ബൽസനാരോ ഫാസിസ്റ്റുകൾക്ക് ലോകം മുഴുവൻ ഒരേ മുഖമാണ്. അവർ പ്രകൃതിയെ കാണുന്നില്ല, അവർ മനുഷ്യരെ കാണുന്നില്ല. അവർ കേവലമായ വികസനത്തെക്കുറിച്ച് പറയുകയാണ്. നമ്മുടെ ക്വാർട്ടറിൽ മാത്രം എടുക്കുന്നത്. നമ്മൾ ഇന്ത്യനും മഹാസമുദ്രത്തിനും അപ്പുറത്ത് വലിയൊരു കടലുണ്ട്. അത് എവിടെയാണ്? ശാന്തസമുദ്രത്തിൽ. അവിടെ നിന്ന് പോയി വരെ മണ്ണെടുക്കാൻ നമ്മൾ മണ്ണല്ല, ഈ ഗ്രാനുവൽസ് എടുക്കാൻ നമ്മൾ തീരുമാനിക്കുകയും അതിനുവേണ്ടി വരാഹ 3, മത്സ്യ 6000 തുടങ്ങിയ ആധുനിക യന്ത്രങ്ങൾ വികസിപ്പിച്ചിരിക്കുന്നു. ആ യന്ത്രങ്ങളുടെ സഹായത്തോടെ പോയി മണ്ണെടുക്കാൻ മണ്ണിൽ ഖനനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 2, നമ്മുടെ കാലം മാറിയില്ലേ? കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ കാലാവസ്ഥയുടെ ദുരിതം അനുഭവിക്കുകയാണ്. നമുക്കറിയാമല്ലോ, കേരളത്തിൽ മത്സ്യത്തൊഴിലാളി പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ ഗൗരവതരമായ ഒരു ഉപജീവന പ്രശ്നമാണ്. അത് നിശ്ചയമായും കേന്ദ്ര സർക്കാരും ഒപ്പം കേരള സർക്കാരും കാണേണ്ടതുമാണ്. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.